പ്രൈസ് ദി ലോർഡ്. Praise the Lord. അനുഗ്രഹിക്കപ്പെട്ട ഒരു സമയം കൂടെ കർത്താവിൻ ദാസനോട് ചേർന്ന് ശുശ്രൂഷ ചെയ്യുവാൻ ലഭിച്ചിരിക്കുന്ന സമയത്തിനാണ് കർത്താവിന് നന്ദി പറയുന്നു. आशीषित एक और रात प्रभु के दास के साथ मिलकर सेवकाई करने के लिए मिला हुआ इस अवसर के लिए प्रभु का धन्यवाद. നിങ്ങൾ എല്ലാവരും കർത്താവിന്റെ കൃപയാൽ സന്തോഷമായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. मैं विश्वास करता हूं कि आप सभी लोग प्रभु के अनुग्रह से सलामत हैं. ലോകം മുഴുവനും നമുക്ക് അനുകൂലമാണെങ്കിലും ഈ ലോകത്തിൽ ഒരു വ്യക്തിക്ക് ഒരു മനുഷ്യനെ ലഭിക്കാവുന്നത് മുഴുവൻ ലഭിച്ചെന്ന് പറഞ്ഞാലും ശരി, മനുഷ്യൻ ഭൂമിയിൽ സന്തോഷിക്കുവാൻ അല്ലെങ്കിൽ സന്തോഷവാൻ ആകണമെന്നില്ല. चाहे संसार में सब कुछ जो एक इंसान चाहते हैं उसको मिल जाए, तो भी ये जरूरी नहीं कि उसको आनंद और खुशी मिल जाए. എന്നാൽ ഒരു കാര്യം ഇന്നത്തെ രാത്രികാലം ദൈവജനമേ ധൈര്യത്തോടെ എനിക്ക് പറയാൻ കഴിയും. ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ സർവശക്തനായ കർത്താവ് നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ സന്തോഷം ഉണ്ടാവും. परंतु एक बात मैं निश्चय आज रात काल में आपको बता सकता हूं कि यदि संसार को बनाने वाला प्रभु यीशु मसीह हमारे जीवन में है, तो हम सच में आनंद को देखेंगे. നമുക്ക് നാളെ കുറിച്ച് ഭയപ്പെടേണ്ടതായിട്ടൊന്നുമില്ല. ഈ ലോകത്തിന്റെ ചുറ്റുപാടുകളിൽ അല്ലെങ്കിൽ ലോകത്തിന്റെ ചുറ്റുമുള്ള സമ്മർദ്ദങ്ങളെ ഓർത്ത് വ്യാകുലപ്പെടേണ്ടതായിട്ടില്ല. കാരണം ഭാവിയെ അറിയുന്ന കർത്താവാണ് നമ്മുടെ കരത്തിൽ പിടിച്ചിരിക്കുന്നത്. हमें कल के विषय में व्याकुल होने की जरूरत नहीं. संसार में जो चीजें हो रहे हैं उसको लेकर बिल्कुल डरने की आवश्यकता नहीं, क्योंकि संसार को बनाने वाला परमेश्वर ने हमारे हाथों को थाम लिया है. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നിങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെട്ട് ഭയപ്പെട്ട് ആകുലതയോടെ ഇരിക്കുന്നുവെങ്കിൽ ഈ വചനം ഏറ്റെടുക്കുക. നിങ്ങളുടെ ഭാരം കർത്താവിന്റെ മേൽ വയ്ക്ക്. അത്ഭുതങ്ങളെ നിങ്ങളുടെ മുമ്പിൽ കാണുവാനായിട്ട് നിങ്ങൾക്ക് കഴിയും. मुझे सुनने वाले प्रिय भाई और बहनों, यदि आपके जीवन में आप किसी भी बात से आज व्याकुल हैं, अपनी भोजों को प्रभु के हाथों में सौंप दे. सच में प्रभु आपकी हर व्याकुलता से आपको छुटकारा देगा. നമ്മൾ ഈ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സെർമൺ ഓൺ ദ മൗണ്ട് എന്ന് പറയുന്ന ദൈവവചന ഭാഗത്തിൽ നിന്നാണ്. हम इन दिनों में परमेश्वर के वचन के पहाड़ी उपदेश से सीख रहे हैं. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പ്രാർത്ഥനയെക്കുറിച്ച് പഠിക്കുവാൻ തക്കോണം ഇടയായി. पिछले क्लास में हमने प्रार्थना के विषय में सीखा. എങ്ങനെ പ്രാർത്ഥിക്കരുത്, എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ദൈവവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു. कैसे प्रार्थना नहीं करना है और कैसे प्रार्थना करना है, इन बातों को परमेश्वर के वचन से पिछले सप्ताह हमने देखा. ഏത് പ്രാർത്ഥനയിലാണ് കർത്താവ് പ്രസാദിക്കുന്നതെന്ന് കർത്താവിന്റെ വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. किस प्रकार की प्रार्थना से परमेश्वर प्रसन्न होते हैं, इस बात को हम परमेश्वर के वचन से अध्ययन कर सकते हैं. ഇന്നത്തെ രാത്രി മുന്നോട്ടുള്ള ദൈവവചന ഭാഗത്തിലേക്ക് ശ്രദ്ധിക്കുവാനായിട്ട് നമ്മൾ പോവുകയാണ്. आज रात काल में फिर से आगे परमेश्वर के वचन की ओर ध्यान देने के लिए प्रभु में इच्छा रखता हूं. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് പ്രാരംഭമായിട്ട് വായിക്കാം. मत्ती सुसमाचार 6 अध्याय के 16 वचन से लेकर 18 तक के वचनों को हम शुरुआत में पढ़ेंगे. അവിടെ വായിക്കുന്നു, ഉപവസിക്കുമ്പോൾ നിങ്ങൾ കപടഭക്തിക്കാരെ പോലെ വാടിയ മുഖം കാണിക്കരുത്. അവർ ഉപവസിക്കുന്നത് മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് മുഖം വിരൂപമാക്കുന്നു. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. നീയോ ഉപവസിക്കുമ്പോൾ നിന്റെ ഉപവാസം മനുഷ്യർക്കല്ല, രഹസ്യത്തിലുള്ള നിന്റെ പിതാവിന് വിളങ്ങേണ്ടതിന് തലയിൽ എണ്ണ തേച്ച് മുഖം കഴുകുക. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. जब तुम उपवास करो तो कपटियों के समान तुम्हारे मुंह पर उदासी न छाई रहे, क्योंकि वे अपना मुंह बनाए रहते हैं ताकि लोग उन्हें उपवासी जाने. मैं तुमसे सच कहता हूं कि वे अपना प्रतिफल पा चुके. परंतु जब तू उपवास करे तो अपने सिर पर तेल मल और मुंह धो, ताकि लोग नहीं परंतु तेरा पिता जो गुप्त में है तुझे उपवासी जाने. इस दशा में तेरा पिता जो गुप्त में देखता है तुझे प्रतिफल देगा. നമ്മുടെ ആത്മീക ജീവിതത്തിൽ 2 കാര്യങ്ങൾ കർത്താവ് കൽപ്പിക്കുന്നു രഹസ്യത്തിൽ നമ്മൾ ചെയ്യണമെന്ന്. हमारे आत्मिक जीवन में 2 बातों की आज्ञा प्रभु दे रहा है कि हम गुप्त में करें. എന്നാൽ ഈ 2 കാര്യങ്ങളിൽ എത്ര രഹസ്യമായിട്ട് ചെയ്യണമെന്ന് ദൈവം കൽപ്പിച്ചിരിക്കുന്നുവോ ഈ 2 കാര്യങ്ങളാണ് നമ്മൾ എപ്പോഴും പരസ്യമായി ചെയ്യുന്നത്. और ये 2 बात जो हमें परमेश्वर ने आज्ञा दी है कि हमें अधिक से अधिक गुप्त में करना है, वही बात को हम अधिक से अधिक खुले में करते हैं. ഈ 2 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, 1 പ്രാർത്ഥിക്കുന്നത് രഹസ്യത്തിൽ പ്രാർത്ഥിക്കണം, 2 ഉപവസിക്കുന്നത് രഹസ്യത്തിൽ ഉപവസിക്കണം. तो ये 2 काम क्या है यदि पूछेंगे तो पहला प्रार्थना आपको गुप्त में
करना है और दूसरा उपवास आपको गुप्त में करना है। കർത്താവ് പറയുന്നു, രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരുമെന്ന്. और प्रभु कहता है कि तेरा पिता जो गुप्त में देखता है वह तुझे प्रतिफल देगा। അത് പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞ ഭാഗത്തും വായിക്കാൻ പറ്റും, ഉപവാസത്തെക്കുറിച്ച് പറഞ്ഞ ഭാഗത്തും വായിക്കാനായിട്ട് പറ്റും. इस बात को हम प्रार्थना के विषय में कहे हुए भाग में भी हम पढ़ते हैं और उपवास के विषय में कहे हुए भाग में भी इस बात को हम पढ़ते हैं। നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന വേറൊരു വിഷയം കൂടെ ഞാൻ നിങ്ങളോട് പറയാം. പ്രാർത്ഥിക്കുക എന്ന് പറയുന്നതും ഉപവസിക്കുക എന്ന് പറയുന്നതും കൽപ്പനകളല്ല. आपको चकित करने वाला एक और बात मैं आपको कहना चाहता हूं कि प्रार्थना करना और उपवास करना ये दोनों आज्ञाएं नहीं है। കർത്താവ് കൽപ്പിച്ചിട്ടില്ല നിങ്ങൾ പ്രാർത്ഥിക്കണം, നിങ്ങൾ ഉപവസിക്കണമെന്ന്. हमें परमेश्वर ने आज्ञा नहीं दिया कि तुम प्रार्थना करो और उपवास करो। പിന്നെ പ്രാർത്ഥിക്കുന്നത് എന്തിനാണ്, ഉപവസിക്കുന്നത് എന്തിനാണ്? फिर क्यों हम प्रार्थना करते हैं, फिर क्यों हम उपवास करते हैं? കാരണം പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്യുന്നത് നമ്മുടെ ചോയ്സ് ആണ്. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി. क्योंकि प्रार्थना करना और उपवास करना ये हमारी चुनाव है। यदि हम चाहते हैं तो हम करें। എനിക്ക് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ലെന്ന് ഒരു വ്യക്തി പറഞ്ഞെങ്കിൽ പ്രാർത്ഥിക്കണ്ട, ഉപവസിക്കേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞെങ്കിൽ ഉപവസിക്കണ്ട. यदि एक व्यक्ति कहते हैं कि मुझे प्रार्थना करने की जरूरत नहीं है और वो कहते हैं कि मुझे उपवास की जरूरत नहीं है, तो प्रार्थना ना करें और उपवास ना करें। നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ കാണിക്കുന്നത് എന്തെന്നറിയാമോ? ഞാൻ ബലഹീനനാണ്, എനിക്ക് പ്രാർത്ഥിക്കാതെ ജീവിക്കാൻ കഴിയുകയില്ല, എന്നേക്കാൾ ശക്തനായ, എന്നേക്കാൾ ഉന്നതനായ, എന്റെ സകല കാര്യങ്ങളും നിർവഹിപ്പാൻ തക്കവണ്ണം കഴിവുള്ള ഒരു കർത്താവ് എനിക്കുണ്ട്. ആ കർത്താവിന്റെ അടുക്കൽ ഞാൻ പറയുന്ന അപേക്ഷയാണ് പ്രാർത്ഥന. और जब मैं प्रार्थना करता हूं तब मैं इस बात को प्रकट करता हूं कि मैं कमजोर हूं, मैं निर्बल हूं, मैं प्रार्थना के बिना जी नहीं सकता, क्योंकि एक सामर्थी परमेश्वर की सहायता मुझे जरूरत है। ये कहने वाला, ये व्यक्त करने वाला बात है प्रार्थना। ഇപ്പോൾ നിങ്ങൾ ചുറ്റുപാടൊന്ന് നോക്കിക്കേ, പ്രാർത്ഥിക്കാത്ത അനേക കോടി മനുഷ്യരുണ്ട്. അവരൊക്കെ കരുതുന്നത് എന്താണെന്നറിയാമോ? എനിക്കെല്ലാം കഴിയും, എനിക്ക് ആരുടെയും ആവശ്യമില്ല, എനിക്കുള്ളതൊക്കെ ഉണ്ട്, എനിക്ക് അതുകൊണ്ടൊക്കെ ജീവിക്കാൻ കഴിയും എന്നുള്ള ധാരണ അവർക്കുള്ളത് കൊണ്ടാണ് അവർ പ്രാർത്ഥിക്കാത്തത്. और आपके चारों तरफ आप देखिए, हजारों करोड़ों लोग ऐसे हैं जो प्रार्थना नहीं करते हैं। वो इसलिए प्रार्थना नहीं करते क्योंकि उनके अंदर एक सोच है कि मैं सब कुछ कर सकता हूं, मैं बिना किसी की सहायता से सब कुछ मुझसे संभव है, इसलिए वो प्रार्थना नहीं करते। എന്നാൽ വിശ്വാസത്തിലേക്ക് കടന്നു വരുമ്പോൾ സർവശക്തനായ കർത്താവിനെ കാണുവാൻ തക്കവണ്ണം അവിടുന്ന് നമ്മുടെ ഹൃദയത്തെ തുറക്കുന്നു. परंतु जब हम विश्वास के जीवन में आते हैं, सर्वशक्तिमान परमेश्वर को देखने के लिए हमारी आंखें खुल जाती हैं। അത്യുന്നതനായ ദൈവം എത്ര വലിയവനാണെന്നും നമ്മൾ എത്ര ചെറിയ വ്യക്തിയാണെന്നും അല്ലെങ്കിൽ കൃമിയോളം ആയുസ് മാത്രമുള്ള ഒരു മനുഷ്യനാണെന്നുമുള്ള തിരിച്ചറിവ് അവിടെയാ കടന്നു വരുന്നത്. परम प्रधान परमेश्वर कितना महान है और हम उसके सामने कीड़े सरीखे हैं, इस बात को हम पहचान पाते हैं। എന്നാൽ ഇത് അറിഞ്ഞു എന്ന് പറയുന്ന വിശ്വാസിയും പലരും ഇന്ന് പ്രാർത്ഥിക്കുന്നില്ല. परंतु ये जान गया कहने वाला विश्वासियों में भी कई लोग हैं जो प्रार्थना नहीं करते। ഇവിടെ സഹോദരങ്ങളെ ഒന്ന് ശ്രദ്ധിച്ച്, നിങ്ങൾ ഉപവസിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ വാടിയ മുഖം കാണിക്കരുത്. यहाँ पर आप ध्यान दीजिए, प्रभु कहता है जब तुम उपवास करो तो कपटियों के समान तुम्हारे मुंह पर उदासी ना छाई रहे। ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും, നിങ്ങൾ എപ്പോഴെങ്കിലും ഉപവസിക്കുകയാണെങ്കിൽ ആ ഉപവസിക്കുന്ന സമയത്ത് നിങ്ങൾ കപടഭക്തിക്കാരെ പോലെ മുഖം കാണിക്കരുത്. सो वो वचन पढ़ते आप समझ सकते हैं कि यदि आप कभी भी उपवास करते हैं तो आप कपटियों के समान नहीं करें। സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു രഹസ്യത്തിൽ ചെയ്യേണ്ട കാര്യമാണ് ഉപവാസമെന്ന്. എന്നാൽ ഇന്ന് നമ്മുടെ ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ പലരും പറയും 21 ദിവസം ഉപവസിക്കുന്നു, 7 ദിവസം ഉപവസിക്കുന്നു, 14 ദിവസം ഉപവസിക്കുന്നു, 40 ദിവസം ഉപവസിക്കുന്നു. ഉപവാസം തുടങ്ങുന്നതിന് ആഴ്ചകൾക്ക് മുമ്പേ നമ്മളത് പബ്ലിഷ് ചെയ്യും. तो मैंने कहा प्रिय भाइयों और बहनों कि हमें गुप्त में करना चाहिए उपवास करना, लेकिन आज हम देखते हैं कि हमारे चारों तरफ कि 21 दिन, 40 दिन, हमें 7 दिन इस प्रकार उपवास शुरू होने से पहले उपवास के बारे में घोषणाएं होती है। പലപ്പോഴും അതിനൊരു നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് ചർച്ചിൽ അത് അനൗൺസ് ചെയ്യുന്നത്. കാരണം എന്തെന്ന് ചോദിച്ചാൽ അതിന് എല്ലാവരും ഒരുങ്ങുക, സഭ ഒന്നിച്ചു കൂടി വരിക, ഒരേ ആത്മാവിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം തങ്ങളെ തന്നെ തയ്യാറെടുപ്പിക്കുക എന്നുള്ള സദുദ്ദേശത്തോടു കൂടെ തന്നെയാണ് അത് പലപ്പോഴും ചർച്ചിൽ അനൗൺസ് ചെയ്യുന്നത്. कई बार कलीसियाओं में इस बात की घोषणा इसलिए होती है क्योंकि कलीसिया के सभी लोग एक मन होकर, एकजुट होकर उपवास कर सकें और उसके लिए तैयारी कर सकें
उसके लिए अपने आप तैयार हो सके, उसके लिए कलीसिया में एक अच्छे उद्देश्य के साथ घोषणा किया जाता है। കാരണം എന്നാന്ന് ചോദിച്ചാൽ ദൈവവചനത്തിലേക്ക് നോക്കിയാൽ, പ്രത്യേകിച്ച് പഴയ നിയമത്തിലേക്കൊക്കെ നോക്കിക്കഴിയുമ്പോൾ ജനം ഒന്നിച്ചു കൂടി ഉപവസിക്കുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും, പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടി. क्योंकि हम पुराने नियम में इस बात को देखते हैं कि लोग एक साथ मिलकर अलग अलग विषयों के लिए उपवास करते हैं। പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ അപ്പോസ്തല പ്രവൃത്തികൾക്കകത്തൊക്കെ നമുക്ക് വായിക്കുവാൻ കഴിയും, പ്രത്യേകിച്ച് 13-ാം അധ്യായത്തിലൊക്കെ വായിക്കുവാൻ കഴിയും. ദൈവദാസന്മാർ, അപ്പോസ്തലന്മാർ ഒന്നിച്ചു കൂടിയിരുന്ന് ഉപവസിക്കുന്നത്, ദൈവജനം ഒന്നിച്ചു കൂടിയിരുന്ന് പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്യുന്നതായിട്ടൊക്കെ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. हम जब नया नियम में भी प्रेरितों के काम 13 अध्याय में देखते हैं कि कलीसिया के लोग मिलकर उपवास करते हैं। പക്ഷെ നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് അറിയാമോ? അത് പുറത്ത് കാണിക്കുവാൻ തക്കവണ്ണമല്ല, ലോകത്തിന്റെ മുമ്പിൽ കയ്യടി നേടുവാൻ തക്കവണ്ണമല്ല, പിന്നെയോ രഹസ്യത്തിൽ കാണുന്ന പിതാവിന്റെ മുമ്പിൽ നമ്മളെ തന്നെ താഴ്ത്തി മുഖം അന്വേഷിക്കുന്ന പ്രവൃത്തിയായി, പ്രക്രിയയായി അത് മാറണം. हमारे उस प्रार्थना में हमारी भावना क्या है कि लोगों को प्रकट करने के लिए नहीं, दुनिया को दिखाने के लिए नहीं, परंतु परमेश्वर के कार्यों को जीवन में अपनाने के लिए होना बहुत जरूरी है। വളരെ ശ്രദ്ധയോടെ കേൾക്കണമേ ദൈവമക്കളെ. പബ്ലിക്കായിട്ട് ദൈവസഭയിലെ ഒരു പ്രാർത്ഥന, ഉപവാസം അത് വിളംബരം ചെയ്യുമ്പോൾ അത് രഹസ്യത്തിൽ വെക്കുവാൻ നമുക്ക് കഴിഞ്ഞെന്ന് വരികയില്ല. जब हमें सार्वजनिक रूप में एक उपवास की घोषणा किया जाता है, ये जरूरी नहीं कि हम उसको गुप्त रख सकें। എന്നാൽ നാം രഹസ്യത്തിൽ ഒറ്റയ്ക്ക് ഉപവസിക്കുന്ന പല സന്ദർഭങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം. പക്ഷെ അത് വളരെ 100% അത് രഹസ്യത്തിൽ തന്നെ ആയിരിക്കണം. परंतु हमारे जीवन में ऐसे कई बार ऐसी बातें आएंगे जब हमें अकेला परमेश्वर की उपस्थिति में उपवास करते हैं, वो लोगों को प्रकट करने की जरूरत नहीं है, हमें वो 100% गुप्त में ही किया जाना चाहिए। മുന്നോട്ടുള്ള സമയം നാം എന്തിനു വേണ്ടിയാണ് ഉപവസിക്കേണ്ടത്, എങ്ങനെയാണ് ഉപവസിക്കേണ്ടത് എന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോവുകയാണ്. आगे के समय हमें किसके लिए उपवास करें और कैसे उपवास करें, इसका हम अध्ययन करने जा रहे हैं। ഞാൻ പറഞ്ഞല്ലോ ദൈവമക്കളെ, നമ്മൾ രഹസ്യത്തിൽ ഉപവസിക്കണമെന്ന് കർത്താവിന്റെ വചനം നമ്മളോട് കൽപ്പിക്കുന്നു. मैंने कहा कि हमें गुप्त में उपवास करना है, ये परमेश्वर का वचन हमें आज्ञा देता है। നാം ഉപവസിക്കുവാൻ കൽപ്പിക്കുന്നില്ല, പക്ഷെ ഉപവസിക്കുമ്പോൾ അത് രഹസ്യത്തിൽ ചെയ്യണമെന്നാണ് കർത്താവ് കൽപ്പിക്കുന്നത്. हमें उपवास करने की आज्ञा प्रभु नहीं देता, परंतु जब हम उपवास करते हैं तब गुप्त में करने की आज्ञा प्रभु देता है। ആദ്യത്തെ വാക്യം, 16-ാമത്തെ വാക്യം പറയുന്നു, നിങ്ങൾ കപടഭക്തിക്കാരെ പോലെ നിങ്ങളുടെ മുഖം കാണിക്കരുത്. और पहला वचन जो 16 वचन कहता है कि कपटियों के समान तुम्हारा मुंह पर उदासी ना छाई रहे। പക്ഷെ നാം കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചേ, നമ്മൾ ഉപവസിക്കുമ്പോൾ എങ്ങനെയെങ്കിലും രണ്ടുപേർ അത് അറിയണമെന്നുള്ള ആഗ്രഹമല്ലേ നമുക്കുള്ളത്? और हम अपने आप से एक बार पूछ के देखें, जब हम उपवास करते हैं हमारे अंदर एक इच्छा ये नहीं होते कि हम लोगों को दिखा सके, लोग समझे कि मैं उपवास कर रहा हूं। നമ്മൾ ചിലരുടെ മുഖമൊക്കെ കാണുമ്പോൾ മ്ലാനമായിട്ടൊക്കെ ഇരിക്കുന്നത് കാണുമ്പോൾ നമ്മൾ ചോദിക്കും, എന്ത് പറ്റി സഹോദര, എന്തായി, അല്ലെങ്കിൽ എന്ത് പറ്റി ദൈവദാസ, മുഖമൊക്കെ വാടിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ പതുക്കെ പറയും, 21 ദിവസത്തെ ഉപവാസത്തിലാണ് ഞാനെന്ന്. जब हम उदास रहते हैं तब लोग हमें पूछेंगे कि क्या हुआ, उदासी तुम्हारे मुंह में क्यों छाई हुई है, तब हम उनको कहेंगे कि मैं 21 दिन के उपवास में हूं। നമ്മളത് എങ്ങനെങ്കിലും അതൊന്ന് വെളിയിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം ആഗ്രഹിക്കും. കാരണം നമ്മൾ വലിയ പ്രാർത്ഥനക്കാരനാണെന്ന്, വളരെ വലിയ ഉപവാസക്കാരനാണെന്ന് മറ്റുള്ളവർ അറിയണം. इसलिए कि हम लोगों को ये प्रकट करना चाहते हैं ताकि लोग जाने कि हम उपवासी हैं और हम बहुत प्रार्थना करने वाले लोग हैं। സഹോദരന്മാരെ, സഹോദരിമാരെ, ഇപ്പോൾ നമ്മുടെ രഹസ്യം മനസ്സിലായ എന്തുകൊണ്ടാണ് പലപ്പോഴും ഉപവസിച്ചിട്ടും നമുക്ക് പ്രയോജനമില്ലാത്തത്? मेरे प्रिय भाइयों और बहनों, आप समझ गए होंगे क्यों कई बार उपवास करने के बाद भी हमें उसका लाभ नहीं मिलता। പലപ്പോഴും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടും നമുക്ക് ചില വിഷയങ്ങളിൽ ജയിക്കുവാൻ കഴിയുന്നില്ല. അതിന്റെ കാരണം എന്തെന്നറിയാമോ? കർത്താവ് കൽപ്പിച്ചതിന്റെ നേരെ ഓപ്പോസിറ്റ് നമ്മൾ ചെയ്യുന്നത് കൊണ്ടാണ്. कई बार मेरे प्रियो, हम उपवास और प्रार्थना करने के बाद भी उसका लाभ हमें इसलिए नहीं मिलता क्योंकि प्रभु ने जो आज्ञा दिया उसके विरुद्ध में हम करते हैं। ഉപവസിക്കുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ, ദൈവത്തിന്റെ സന്നിധിയിൽ ഒറ്റയ്ക്കിരുന്നു കൊണ്ട് ദൈവത്തിന്റെ മുമ്പാകെ അവിടുത്തേക്ക് അഭിമുഖമായി ഇരുന്നു കൊണ്ട് ദൈവശബ്ദം കേൾക്കണം, ദൈവമുഖം അന്വേഷിക്കണം, അതിനു വേണ്ടിയാ. उपवास क्यों करता है ये पूछेंगे तो परमेश्वर के साथ अकेला समय बिताते हुए, परमेश्वर के साथ रहते हुए परमेश्वर से कुछ प्राप्त करना है, इसके लिए हम उपवास करते हैं। ഉപവസിക്കുന്ന സമയത്ത് നമ്മൾ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ മാത്രമാണ് ഇരിക്കേണ്ടത്. പലപ്പോഴും നമ്മുടെ കുഴപ്പം എന്തെന്നറിയാമോ? ഉപവസിക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കത്തില്ല, ബാക്കി എല്ലാം നമ്മൾ ചെയ്യും.
और हमें उपवास करते समय हमें केवल परमेश्वर के साथ समय बिताना है, परंतु हमारी समस्या है कि जब हम उपवास करते हैं खाना नहीं खाते, लेकिन बाकी सारे काम हम करते हैं. നമ്മുടെ ടെലിവിഷൻ ന്യൂസ് കാണും, മൊബൈലുള്ള എല്ലാ എന്താ പറയുക സോഷ്യൽ മീഡിയ എല്ലാം കാണും, മറ്റുള്ളവരോട് കുറെ കാര്യം സംസാരിച്ചു കൊണ്ടിരിക്കും, ആ സമയത്ത് വീട്ടിലെ കാര്യങ്ങളൊക്കെ കുറച്ച് പണികൾ തീർക്കും, ഇതെല്ലാം നമ്മൾ ചെയ്യും. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഒന്നും മാത്രം ചെയ്യുന്നില്ല, ഭക്ഷണം കഴിക്കുന്നില്ല. നമ്മൾ അതിനെയാണ് ഉപവാസം എന്ന് പറയുന്നത്. हम टीवी में न्यूज देखेंगे, मोबाइल में सब कुछ देखेंगे और सोशल मीडिया में भी एक्टिव रहेंगे और इस बीच में घर का काम भी करेंगे और केवल एक ही काम नहीं करता, वो खाना नहीं खाता और हम कहते हैं हम उपवास कर रहे हैं. എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ, അത് വെറും അബ്സ്റ്റിനൻസ് ഫ്രം ഫുഡ്, നമ്മുടെ ശരീരത്തിന് ഒരു പ്രയോജനം ചെയ്യുന്ന ഒരു എന്താ പറയുക സ്കിപ്പിംഗ് ഓഫ് മീൽസ്, ഭക്ഷണം വെടിയുന്ന പ്രക്രിയ എന്നുള്ളതല്ലാതെ ദൈവസന്നിധിയിൽ അത് പ്രസാദകരമാകുമെന്ന് തോന്നുന്നില്ല ദൈവവചന പ്രകാരം. मेरे प्रिय भाइयों और बहनों, हमें यदि हम ऐसा उपवास करते हैं तो ये केवल हमें खाने से अलग रहते हैं, हमें उससे परमेश्वर की उपस्थिति में वचन के अनुसार कोई लाभ नहीं मिलेगा. ഈ യോവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ, ബുക്ക് ഓഫ് യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 12-13 വാക്യങ്ങളൊന്ന് ശ്രദ്ധിക്കാമെങ്കിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ്, ഉപവാസ സമയത്തുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കണമെന്ന് കർത്താവിന്റെ വചനത്തെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. यदि हम योएल नबी के पुस्तक 2रा अध्याय 12 और 13 पढ़ेंगे तो वहां पर हमें उपवास करते समय हमारी भावना क्या होनी चाहिए इसके बारे में समझेंगे. അവിടെ എഴുതിയിരിക്കുന്ന വാക്യങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. എന്നാൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കിലേക്ക് തിരിയുവെന്ന് യഹോവയുടെ അരുളപ്പാട്. വസ്ത്രങ്ങളെയല്ല ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് തിരിയുവിൻ. അവൻ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദൈവമുള്ളവനല്ലോ, അവൻ അനർത്ഥത്തെ കുറിച്ച് അനുതപിക്കും. योएल नबी के पुस्तक 2 का 12 और 13 में कहते हैं, तो भी यहोवा की ये वाणी है, अभी भी सुनो, उपवास के साथ रोते पीटते अपने पूरे मन से फिर कर मेरे पास आओ, अपने वस्त्र नहीं अपने मन ही को फाड़ कर अपने परमेश्वर यहोवा की और फिरो, क्योंकि वह अनुग्रहकारी दयालु विलंब से क्रोध करने वाला करुणा निदान और दुख देकर पछताने हारा है. സഹോദരങ്ങളെ, അവിടുന്ന് ശ്രദ്ധിച്ചേ, പൂർണ്ണ ഹൃദയത്തോടെ ഉപവസിച്ച് കരച്ചിലോടെ പ്രാർത്ഥിച്ച് വിലാപത്തോടെ ദൈവസന്നിധിയിലേക്ക് വരുവാനാണ് അവിടുന്ന് വചനത്തിൽ കൽപ്പിക്കുന്നത്. वहां पर वचन कहता है कि पूरे मन से उपवास के साथ रोते पीटते परमेश्वर की ओर फिरने के लिए प्रभु का वचन सिखा रहे हैं. നമ്മൾ പൂർണ്ണ ഹൃദയത്തോടെ ഒരു വിഷയം അന്വേഷിക്കുമ്പോൾ ആ ഹൃദയത്തിൽ മറ്റു വിഷയങ്ങൾക്ക് സ്ഥാനമില്ല. जब हम पूरे मन से एक विषय के पीछे लगे रहते हैं, तब बाकी विषयों का हमारे हृदय में कोई स्थान नहीं होता. ഒരു കാര്യം പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? एक विषय को पूरे मन से ढूंढना कहने का तात्पर्य क्या है? ഞാനൊരു കാര്യം ഞാനൊരു ചെറിയ ഉദാഹരണത്തിൽ നിങ്ങളോട് അതൊന്ന് വ്യക്തമാക്കി തരാം. मैं उसको एक छोटी सी उदाहरण के द्वारा आपको स्पष्ट करना चाहता हूं. നിങ്ങൾ നാട്ടിലൊക്കെ പോകുവാൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് ആ യാത്ര തിരിക്കേണ്ട ദിവസം വന്നു എന്നൊന്ന് കരുതിക്കേ. आप सोचिएगा कि आप अपने गांव जाने के लिए टिकट बुक करके गांव जाने का दिन आ गया. നിങ്ങൾ യാത്ര ചെയ്യുവാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും വില കൂടിയതായിട്ടുള്ള വല്ല ഡയമണ്ട് റിങ്ങോ അല്ലെങ്കിൽ ഗോൾഡ് റിങ്ങോ എന്തെങ്കിലും കയ്യിലുണ്ടെന്ന് കരുതിക്കോ. ആ ഡയമണ്ട് റിങ് അല്ലെങ്കിൽ 1 മില്യൺ റുപ്പീസ് വിലയുള്ള അല്ലെങ്കിൽ 10 മില്യൺ റുപ്പീസ് വിലയുള്ള കയ്യിൽ കിടന്ന ഡയമണ്ട് റിങ് നിങ്ങളുടെ കയ്യിൽ നിന്ന് താഴേക്ക് വീണു എന്നൊന്ന് കരുതിക്കേ. और आप सोचिए कि आप जब यात्रा के लिए निकल रहा होते हैं, उस समय आपके हाथ में पहना हुआ एक अंगूठी जो हीरों से लदा हुआ था और हमें लाखों रुपया मूल्य का था, आप सोचिए कि वो आपके हाथ से गिर गया. നിങ്ങൾ അവിടെ എല്ലാം നോക്കുക, കാണുന്നില്ല. നിങ്ങൾ എന്നോടൊന്ന് പറഞ്ഞേ, എത്ര സമയം നിങ്ങൾ ആ റിങ് കിട്ടുവാൻ തക്കവണ്ണം അവിടെ അന്വേഷിക്കുമെന്ന്? आप हमें एक बार आप कहिए कि कितने समय तक आप उस अंगूठी को ढूंढते फिरेंगे. എത്ര സമയം നിങ്ങളുടെ യാത്ര നിങ്ങൾ മാറ്റിവെക്കും. നിങ്ങളുടെ ടിക്കറ്റ് ക്യാൻസൽ ആയി പോയതിനെ കുറിച്ച് നിങ്ങൾ വിഷമിക്കത്തില്ല. കാരണം നിങ്ങൾ ആ മോതിരം അല്ലെങ്കിൽ ആ റിങ് കിട്ടുന്നത് വരെ അവിടെ എല്ലാം അരിച്ചു പറക്കി നോക്കും. കാരണം എന്നാന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് നഷ്ടപ്പെടുവാൻ പോകുന്നത് ലക്ഷക്കണക്കിന് വിലയുള്ള മൂല്യമുള്ള ഒരു വസ്തുവാണ്. आप उस यात्रा को भी
कैंसिल करेंगे, आप टिकट के मूल्य को ध्यान नहीं देंगे, क्योंकि आपको लाखों रुपया का नुकसान होने वाला है, इसलिए आप उसको ढूंढने में मन लगाएंगे। ആ സ്ഥാനത്ത് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു 5 രൂപയുടെ ഒരു നോട്ടാ താഴെ പോയെന്ന് കരുതിക്ക് അത് എത്ര സമയം നിങ്ങൾ നോക്കുവാനായിട്ട് മെനക്കെടും? यदि आप सोचे कि उस जगह में यदि आपका 5 रुपया का सिक्का खो जाता है, तो आप कितना समय उसको ढूंढने में लगाएंगे? ചിലപ്പോൾ 1 മിനിറ്റ് നോക്കുമായിരിക്കും, അല്ലെ 2 മിനിറ്റ് നോക്കുമായിരിക്കും. നമ്മൾ 3 മിനിറ്റ് നോക്കുമ്പോൾ കൂടെയുള്ളവർ പറയും 5 രൂപയല്ലേ ഉള്ളൂ, അത് കളയുന്ന ടിക്കറ്റ്, വണ്ടി താമസിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഫ്ലൈറ്റ് മിസ്സാകുന്നതിന് മുമ്പ് നമുക്ക് പെട്ടെന്ന് പോകാമെന്ന് പറയും. और आप हो सकता है 1 या 2 मिनट उसको ढूंढने में लगाएंगे, और तीसरा मिनट जब लगाएंगे, साथ में जो व्यक्ति है वो कहेगा 5 रुपया तो है, छोड़ दो, क्योंकि अब हमें सफर में निकलना है। സഹോദര സഹോദരി, നിങ്ങൾക്ക് മനസ്സിലായോ? പൂർണ്ണ ഹൃദയത്തോടൊരു കാര്യം അന്വേഷിക്കുന്നതും ഭാഗികമായ ഹൃദയത്തോടൊരു കാര്യം അന്വേഷിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം. तो आप समझ गए होंगे कि पूरे मन से एक विषय की खोज में रहना और आधा अधूरा मन से एक विषय की खोज में रहना. ആദ്യമേ നമ്മൾ അന്വേഷിച്ചത് വിലയുള്ളതൊന്നായതുകൊണ്ട്, മൂല്യമുള്ളതൊന്നായതുകൊണ്ട്, വലിയ നഷ്ടം സംഭവിക്കുവാൻ പോകുന്ന ഒന്നായതുകൊണ്ട് പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിച്ചു. എന്നാൽ രണ്ടാമത് അന്വേഷിച്ചത് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് അന്വേഷിച്ചു. അതാ ഭാഗികമായ അന്വേഷണം. पहले हमने बहुमूल्य वस्तु की खोज किया, इसलिए पूरे मन से उसकी खोज में लगा रहा, लेकिन दूसरी बात जो है वो मूल्य बहुत मूल्य नहीं था, इसलिए हमने आधा अधूरा मन से उसकी खोज किया. കർത്താവ് പറഞ്ഞത് എന്തെന്നറിയാമോ? ഉപവസിക്കുമ്പോൾ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എന്റെ മുഖം അന്വേഷിച്ചാൽ നിങ്ങൾക്കത് കിട്ടുമെന്ന്. प्रभु क्या कहता है? जब तुम उपवास करें, पूरे मन से उपवास करें, तब जिन चीजों की तुम खोज करें वो तुम्हें मिल जाएगा. സഹോദരന്മാരെ സഹോദരിമാരെ, എത്രയോ കാലങ്ങളായി നമ്മൾ പലതിനും വേണ്ടി ഉപവസിക്കുന്നു, പക്ഷേ പൂർണ്ണ ഹൃദയത്തോടെ നമുക്ക് ഉപവസിക്കുവാൻ കഴിയുന്നില്ല. മുമ്പേ പറഞ്ഞതുപോലെ ലോകത്തിലെ പല കാര്യങ്ങളും അതിന്റെ ഇടയ്ക്ക് കടന്നു വന്ന് നമ്മുടെ ഹൃദയത്തിന്റെ ഭാഗമായി മാറുന്നു. भाइयों और बहनों, हम कई सालों से, कई दिनों से हम विषयों के लिए उपवास करते हैं, लेकिन हम पूरे मन से उपवास नहीं कर पाते, क्योंकि उसके बीच में हमें घर की और इधर उधर की बातें आ जाते हैं. അതുകൊണ്ടാണ് ഇന്നത്തെ രാത്രി ഈ വചനം കേൾക്കുന്നത്. നിങ്ങൾ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു വിഷയത്തിനു വേണ്ടി ഉപവസിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുമ്പോൾ, ഉപവസിക്കുവാനായിട്ട് തയ്യാറെടുക്കുമ്പോൾ, സഹോദര സഹോദരി, കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കുവാൻ നിനക്ക് കഴിയുമെങ്കിൽ മാത്രം, അവിടുത്തെ സന്നിധിയിൽ പൂർണ്ണ ഹൃദയത്തോടെ സമർപ്പിക്കുവാൻ കഴിയുമെങ്കിൽ മാത്രം നീ ഉപവസിക്കുക. इसलिए आज सायंकाल में भाइयों और बहनों, यदि कभी भी आप उपवास करते हैं, आप तभी उपवास करें जब आप पूरे मन से परमेश्वर के साथ समय बिता सकें और परमेश्वर के खोज में लगा रह सकें, तभी आप उपवास करें. ഇവിടെ കേൾക്കുന്നു, ഇവിടെ കാണുന്നു, നമ്മളെ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എന്റെ അടുക്കലേക്ക് തിരിയുവിൻ എന്ന് കർത്താവ് അരുളിച്ചെയ്യുന്നു. और यहाँ पर प्रभु आज्ञा देता है कि उपवास के साथ रोते पीटते अपने पूरे मन से फिर कर मेरे पास आओ. സഹോദരങ്ങളെ, അപ്പോൾ ഉപവസിക്കുമ്പോഴുള്ള നമ്മുടെ രീതി, നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഇങ്ങനെയായിരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. और प्रभु हमसे चाहते हैं कि जब हम उपवास करते हैं, हमारी भावना इसी प्रकार होने पाए. അതുപോലെ തന്നെ 13-ാമത്തെ വാക്യത്തിൽ പറയുന്നു, വസ്ത്രങ്ങളെയല്ല ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് തിരിയുവിൻ. उसी प्रकार 13 वचन में कहता है कि अपने वस्त्र नहीं, अपने मन ही को फाड़ कर अपने परमेश्वर यहोवा की ओर फिरो. പഴയ നിയമത്തിലെ ഒരു പ്രത്യേക രീതിയായിരുന്നു ഉപവാസത്തിന്റെ നാളുകളിൽ വസ്ത്രങ്ങളെ കീറുക. അധികം ദുഃഖം ഉണ്ടാകുമ്പോൾ വസ്ത്രങ്ങളെ കീറുക എന്നുള്ള ഒരു രീതി. और पुराने नियम का एक रीति था कि जब उपवास करते हैं और ज्यादा दुख लगता है, तो वो अपने वस्त्रों को फाड़ दिया करते थे. പ്രത്യേകിച്ച് എസ്രായുടെ പുസ്തകം 9-ാം അധ്യായത്തിലൊക്കെ നോക്കുമ്പോൾ 1-2 പ്രാവശ്യം 3-ാമത്തെ വാക്യം 5-ാമത്തെ വാക്യം അവിടെയൊക്കെ തന്റെ വസ്ത്രത്തെയും തന്റെ മേലങ്കിയൊക്കെ എസ്ര കീറുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. और जब हम एस्रा शास्त्री के पुस्तक को पढ़ते हैं, हमें उसका 9 अध्याय में 3 वचन में 5वें वचन में, और बार बार वो अपने वस्त्र को और अपने अंगरखे को फाड़ डालता है. ഇതൊക്കെയും പുറത്ത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒരു വ്യക്തി തന്റെ ദുഃഖത്തിന്റെ സമയത്ത് ചാക്കിലിരുന്നു കൊണ്ട് അല്ലെങ്കിൽ രട്ടുടുത്തുകൊണ്ട് ദൈവസന്നിധിയിൽ ഇരുന്ന് ഉപവസിക്കുമ്പോൾ കുളിക്കാതെ നനയ്ക്കാതെ ഭക്ഷണം കഴിക്കാതെ ഒരേ ഇരിപ്പിലിരുന്ന് നിലവിളിക്കുന്നത് കാണുമ്പോൾ പുറത്തുള്ള എല്ലാവർക്കും മനസ്സിലാകും ഈ വ്യക്തി ഉപവസിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിയാണെന്ന്. और जब ये सब के द्वारा अपने वस्त्र फाड़ डालता है और राख अपने ऊपर डालता है और सूत के वस्त्र पहनते हैं, तब लोगों को ये प्रकट होते हैं कि ये उपवासी है. കർത്താവ് പറയുകയാണ്, നിന്റെ വസ്ത്രത്തെ മാത്രമല്ല കീറേണ്ടത്, നിന്റെ ഹൃദയത്തെ എന്റെ സന്നിധിയിൽ ഒന്ന് കീറണം. परंतु प्रभु कहता है कि तुम अपने वस्त्र नहीं, अपने मन ही को, अपने हृदय को फाड़ कर मेरी ओर फिरो.
നമ്മുടെ ഹൃദയം എന്ന് പറയുന്നത് കഠിനമായ ഹൃദയമാണ്. हमारा हृदय जो है बहुत ही कट्टर हृदय है. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 17:9 ഒരു വാക്യം പറയുന്നുണ്ട്, ഹാർട്ട് ഈസ് ഡിസീറ്റ്ഫുള്ളി വിക്കറ്റ്. और यिर्मयाह नबी के पुस्तक 17 अध्याय के 9वां वचन में इस प्रकार एक हमें शब्द को हम परमेश्वर के वचन में अपने हृदय के बारे में हमें पढ़ते हैं कि हमारा हृदय जो है हमें बहुत ही अधिक धोखा देने वाला वस्तु है. ആ ഹൃദയമാണ് ദൈവസന്നിധിയിൽ തകരേണ്ടത്, ആ ഹൃദയമാണ് ദൈവസന്നിധിയിൽ കീറേണ്ടത്. और उस धोखा देने वाला हृदय परमेश्वर के सामने फाड़ डाला जाए. കർത്താവിനോട് പറയണം, കർത്താവേ എന്റെ ഹൃദയത്തെ ഒന്ന് മുറിക്കണമേ, എന്റെ ഹൃദയത്തെ ഒന്ന് നുറുക്കണമേ, അനുദപിക്കുവാൻ തക്കവണ്ണം ഹൃദയത്തിൽ അങ്ങയുടെ കൃപയൊന്ന് പകർന്ന് അതിനെ ഒന്ന് ഉടച്ചെടുക്കണമേ കർത്താവേ എന്ന് പ്രാർത്ഥിക്കണം. हमें प्रभु से प्रार्थना करने, हे प्रभु मेरे हृदय को तोड़ डाल, मेरे हृदय को फाड़ डालिए, क्योंकि मेरा हृदय ऐसा पश्चाताप और दुख के साथ प्रभु तेरी ओर फिरे. 7 ദിവസമല്ല, 14 ദിവസമല്ല, 21 ദിവസമല്ല, 40 ദിവസം ഉപവസിക്കുന്ന ചില വ്യക്തികളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നോക്കിയാലും അവർ പലരും കഠിന ഹൃദയമുള്ളവരാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. 7 दिन नहीं, 14 दिन नहीं, 21 दिन नहीं, हमें 40 दिन भी उपवास करने वाले के जीवन यदि हम देखेंगे तो ये पाते हैं कि उनका हृदय तब भी हमें कठिन बना रहता है. ഭാര്യയോട് കരുണയോടുകൂടെ സംസാരിക്കുവാൻ കഴിയുന്നില്ല, സഹോദരങ്ങളോട് കരുണയോടുകൂടെ സംസാരിക്കുവാൻ കഴിയുന്നില്ല, അപ്പനെയും അമ്മയെയും അനുകമ്പയോടുകൂടി നോക്കുവാൻ കഴിയുന്നില്ല, മറ്റുള്ളവരുടെ മുമ്പിൽ താഴുവാൻ കഴിയുന്നില്ല. അഹങ്കാരം കൊണ്ട് നിറഞ്ഞ കഠിന ഹൃദയങ്ങളാണ് സഹോദരങ്ങളെ പലരുടെയും ജീവിതത്തിലുള്ളത്. अपने पत्नी से करुणा से बात नहीं कर पाते, अपने भाइयों से करुणा से बात नहीं करते, अपने माता पिता पर रहम नहीं करते, हमें किसी के साथ कोई दया नहीं दिखा पाते, हमें कठोर दिल के साथ हम अनेक लोगों को उपवास के समय में देखते हैं. ഉപവാസത്തിന്റെ സമയത്ത് പാട്ടുണ്ട്, പ്രാർത്ഥനയുണ്ട്, മറ്റു പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. എന്നാൽ അതൊക്കെ പുറത്തുള്ള പ്രവൃത്തികളായി, പുറത്തുള്ള വസ്ത്രത്തിന്റെ കീറല് പോലെ പുറത്തുള്ള പ്രവൃത്തികളായി തീരുന്നു. എന്നാൽ അത് അകത്തേക്കൊന്നും മാറി ഹൃദയത്തിൽ ഒരു അനുകമ്പയോ ഒരു കരുണയോ ഒരു ദയയോ ഉണ്ടാകുന്നില്ലെന്ന് കാണുവാനായിട്ട് കഴിയും. उपवास के समय प्रार्थना है, गीत गाना है, हमें लोगों को दिखाने के लिए सब कुछ करते हैं, वस्त्र फाड़ने के समान ये सब कुछ है, लेकिन भीतर कोई बदलाव नहीं, ऐसे हम देखते हैं. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതെ വരുന്ന, ഉപവാസത്തിന് ഉത്തരം കിട്ടാതെ വരുന്ന ഒരു ജനത്തിന്റെ മുമ്പിൽ യഹോവ സംസാരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. और यशायाह नबी के पुस्तक में जब हम आते हैं, प्रार्थना और उपवास के उत्तर नहीं मिलने वाले एक समूह को प्रभु सामना करता है. അവിടെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58-ാമത്തെ അധ്യായം, ഐസയ്യ 58, അതിന്റെ 3 മുതലുള്ള വാക്യങ്ങൾ സഹോദരങ്ങളെ ഒന്ന് വായിച്ചു നോക്കിക്കേ. और यशायाह नबी के पुस्तक 58 अध्याय के 3 वचन से लेकर आप एक बार पढ़कर देखिए. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഞങ്ങൾ നോമ്പ് നോക്കുന്നത് നീ നോക്കാതെ ഇരിക്കുന്നതെന്ത്, ഞങ്ങൾ ആത്മതപനം ചെയ്യുന്നത് നീ അറിയാതിരിക്കുന്നതെന്ത്. ഇതാ, അപ്പോൾ കർത്താവ് മറുപടി കൊടുക്കുകയാണ്, ഇതാ നിങ്ങൾ നോമ്പ് നോക്കുന്ന ദിവസത്തിൽ തന്നെ നിങ്ങളുടെ കാര്യാദികളെ നോക്കുകയും നിങ്ങളുടെ എല്ലാ വേലക്കാരെയും കൊണ്ട് അധ്വാനിപ്പിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ വിവാദത്തിനും കലഹത്തിനും ക്രൂരമുഷ്ടി കൊണ്ട് അടിക്കേണ്ടതിനും നോമ്പ് നോക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ഉയരത്തിൽ കേൾക്കുവാൻ തക്കവണ്ണമല്ല നിങ്ങൾ നോമ്പ് നോക്കുന്നത്. और जब परमेश्वर के लोग कहते हैं कि क्या कारण है कि हमने तो उपवास रखा परंतु तूने इसकी सुधि नहीं ली, हमने दुख उठाया परंतु तूने कुछ ध्यान नहीं दिया, तब प्रभु कहता है, सुनो, उपवास के दिन तुम अपनी ही इच्छा पूरी करते हो, अपने से कौन से कठिन कामों को कराते हो. तुम्हारे उपवास का फल ये होता है कि तुम आपस में लड़ते और झगड़ते और दुष्टदास से घूस मारते हो. ഇവിടെ ഉപവാസം എന്ന് പറയുന്നത് കർത്താവിന്റെ മുമ്പിൽ ഇരിക്കുവാൻ തക്കവണ്ണം നമ്മൾ വേർതിരിച്ച ദിവസമാണ്. और उपवास का मतलब है परमेश्वर के साथ बैठने के लिए आपने अलग किया हुआ एक दिन. നമുക്കൊരു വ്യത്യാസം അവിടെ ഉണ്ടാകണം. ചില കാര്യങ്ങളെ ആ ദിവസം നമ്മൾ ഉപേക്ഷിച്ച് മാറ്റിവെക്കുകയാണ്. കാരണം സകല കാര്യങ്ങളെക്കാളും എനിക്ക് പ്രാധാന്യം എൻ്റെ കർത്താവിന്റെ ശബ്ദം കേൾക്കുന്നതാണ്, എൻ്റെ കർത്താവിനെ പ്രസാദിപ്പിക്കുന്നതാണ്, അവിടുത്തെ സന്നിധിയിൽ എന്നെ തന്നെ താഴ്ത്തി അവിടുത്തെ മുഖം അന്വേഷിക്കുന്നതാണ്. उपवास के दिन आपको कुछ कामों को अपने जीवन से अलग रखना है, क्योंकि उपवास का दिन परमेश्वर के साथ समय बिताने का समय है और बाकी सब कामों से बढ़कर परमेश्वर के साथ की संगति को महत्व देने का समय है. കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ പ്രൂവ് ചെയ്യുകയാണ്, നമ്മൾ വെളിപ്പെടുത്തുകയാണ്, ഈ ലോകത്തിലുള്ള എൻ്റെ സകല കാര്യങ്ങളെക്കാളും വലിയവനാണ് അവിടുന്ന്, അങ്ങയുടെ സാന്നിധ്യവും അങ്ങയുടെ കൃപയുമാണ് എനിക്ക് ആവശ്യമെന്ന് ദൈവസന്നിധിയിൽ നമ്മൾ താഴ്മയോടെ
പ്രൂവ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ അതിനെ പ്രൊഫസ് ചെയ്യുകയാണ് ഉപവാസത്തിന്റെ സമയങ്ങളിൽ. जब हम उपवास के समय को रखते हैं तब हम परमेश्वर के सामने प्रकट करते हैं और इस बात को सिद्ध करते हैं कि मेरे जीवन में सब बातों से बढ़कर तू ही महत्वपूर्ण है और तेरे बिना मैं कुछ भी नहीं कर सकता। इस बात को हम परमेश्वर के सामने प्रकट करते हैं उपवास रखते समय। നമ്മുടെ വീട്ടിൽ വളരെ മാന്യതയുള്ള, റെസ്പെക്റ്റബിൾ ആയിരിക്കുന്ന, ഉയർന്ന നിലയിലുള്ള ഒരു വ്യക്തി നമ്മുടെ വീട്ടിൽ ഗസ്റ്റായിട്ട് വരുന്ന സമയത്ത് ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ആ വ്യക്തിയെ നമ്മുടെ റൂമിൽ ഇരുത്തി, പൂമുഖത്ത് അല്ലെങ്കിൽ സിറ്റിംഗ് റൂമിൽ ഇരുത്തി കഴിഞ്ഞിട്ട് നമ്മൾ അദ്ദേഹത്തെ ശ്രദ്ധിക്കാതെ നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ ഇടപെടാൻ പോവുകയാണെങ്കിൽ അതിന്റെ അർത്ഥം അതാ മാനത്തിനു പകരം അപമാനമല്ലേ ആ വ്യക്തിക്ക് വരുത്തുന്നത്. आप एक बार कल्पना करके देखिए कि एक सम्मानित व्यक्ति, एक आदरणीय व्यक्ति आपके घर में आते हैं, आपने उनको अपने लिविंग रूम में बिठा दिया और अपने कामों में लगे रहेंगे, तो आप उस व्यक्ति के साथ कैसा सम्मान करते हैं? क्या आप उनका अनादर नहीं करता? നമ്മൾ പറയുന്നു കർത്താവിന്റെ സന്നിധിയിൽ ഉപവസിക്കുകയാണെന്ന് പറയുന്നു, നമ്മൾ ഭക്ഷണം കഴിക്കുന്നില്ലെന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നു എങ്കിൽ, ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ നമുക്ക് സമയമില്ല എങ്കിൽ, കർത്താവിനെ വലിയവനായിട്ട് കാണുവാൻ തക്കവണ്ണം സമയമില്ല എങ്കിൽ, നാം കർത്താവിനെ ഇൻസൾട്ട് ചെയ്യുകയാണ്, അവിടുത്തെ സാന്നിധ്യത്തെ അപമാനിക്കുകയാണ് ചെയ്യുന്നത്. यदि हम उपवास रखते हैं, परमेश्वर के साथ समय बिताने के लिए ठान लेते हैं और अपने सारे कामों में लगे रहते हैं, केवल खाना ही छोड़ देते हैं, तो हमें ठीक उसी प्रकार व्यवहार करते हैं कि हम प्रभु को एक स्थान में बिठा देते हैं। ഇവിടെ 5-ാമത്തെ വാക്യത്തിൽ ഐസയ 58:5 ഇങ്ങനെ പറയുന്നു, എനിക്ക് ഇഷ്ടമുള്ള നോമ്പും മനുഷ്യൻ ആത്മദമനം ചെയ്യുന്ന ദിവസവും ഇങ്ങനെയുള്ളതോ, തലയെ വേഴത്തെ പോലെ കുനിയിക്കുക, രട്ടും വെണ്ണീരും വിരിച്ചു കിടക്കുക, ഇതാകുന്നുവോ ഉപവാസം, ഇതിനെ നീ നോമ്പെന്നും യഹോവയ്ക്ക് പ്രസാദമുള്ള ദിവസമെന്നും പേര് പറയുന്നത്. उसके 58 अध्याय यशायाह 58 के 5 में प्रभु इस प्रकार कहते हैं, जिस उपवास से मैं प्रसन्न होता हूं, अर्थात जिसमें मनुष्य स्वयं को दीन करे, क्या तुम इस प्रकार करते हो? क्या सिर को जाओं के समान झुकाना, अपने नीचे टाट बिछाना और राख फैलाने ही को तुम उपवास और यहोवा को प्रसन्न करने का दिन कहते हो? മുമ്പേ നമ്മൾ കേട്ടതുപോലെ ഇതൊക്കെ ചെയ്യുമ്പോൾ പുറത്തുള്ളവർ നമ്മൾ ഉപവസിക്കുകയാണെന്ന് പറയും, പക്ഷെ ദൈവസന്നിധിയിൽ അംഗീകാരമല്ല. जैसे हमने पहले सुना, यह सब कुछ जब आप करेंगे, बाहर के लोग उनके सामने प्रकट होगा, तुम उपवासी है, परंतु परमेश्वर को यह प्रसन्न नहीं करता। എന്നാൽ കർത്താവിന് പ്രസാദകരമായ ഉപവാസം എന്തെന്ന് 6-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുന്നു. 6-7 വാക്യങ്ങളിൽ അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, നുകത്തിന്റെ അമിക്കയറുകളെ അഴിക്കുക, പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക, എല്ലാ നുകത്തെയും തകർക്കുക, ഇതല്ലോ എനിക്ക് ഇഷ്ടമുള്ള ഉപവാസം. और उसके 6 और 7 वचन में प्रभु इस बात को कहते हैं, जिस उपवास से मैं प्रसन्न होता हूं, वो क्या ये नहीं कि अन्याय से बनाए हुए दासों और अंधेर रहने वालों का जुआ तोड़कर उनको छुड़ा लेना और सब जुओं को टुकड़े टुकड़े कर देना? क्या वह ये नहीं है कि अपनी रोटी भूखों को बांट देना, अनाथ और मारे मारे फिरते हुओं को अपने घर ले आना, किसी को नंगा देकर वस्त्र पहनाना और अपने जाति भाइयों से अपने को न छिपाना? എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഇത് സംഭവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അകത്തൊരു മാറ്റം വരണം. मुझे सुनने वाले भाई और बहनों, यदि ये होना है तो हमारे भीतर एक बदलाव होनी अनिवार्य है। ഹൃദയത്തിന്റെ ഉള്ളിൽ മാനസാന്തരം വന്ന ഒരു വ്യക്തിക്ക് മാത്രമേ മറ്റുള്ളവരുടെ ബന്ധനങ്ങളെ അഴിക്കാൻ പറ്റൂ. हृदय के अंदर मन फिराया हुआ एक व्यक्ति ही दूसरों के जुए को तोड़ डाल सकता है। അതിന്റെ അർത്ഥം എന്തെന്നറിയാമോ? അന്യായ ബന്ധനങ്ങളെ അഴിക്കുക എന്ന് പറയുന്നത് കെട്ടിയിട്ടിരിക്കുന്ന ചിലരുടെ കെട്ടഴിച്ച് അവരെ സ്വതന്ത്രമാക്കുക എന്നതിന്റെ അർത്ഥം. और इसका अर्थ क्या है कि अन्याय से हमें बंधे हुए लोगों को छोड़ देना, हमें उसका मतलब कुछ लोगों को आप बांध रखा है, उनको आजाद कर देना है। നമ്മുടെ ഹൃദയത്തിൽ ചില വ്യക്തികളോടുള്ള പക, ചില വ്യക്തികളെ ചില വിഷയങ്ങളിൽ നമ്മൾ കെട്ടിയിട്ടിരിക്കുന്നു, അവരെ സ്വാതന്ത്ര്യത്തോടെ അയച്ചുവിടുക എന്ന് പറഞ്ഞാൽ അവരോട് ക്ഷമിക്കുക മാത്രമല്ല, അവരെ കരുതുവാനുള്ള മനസ്ഥിതി നമുക്കുണ്ടാകുക, അവരെ ശത്രുക്കളായി കാണാതെ തന്നെ അവരെ മിത്രങ്ങളാക്കി കാണുക, അവരുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിനകത്ത് ഒരു സുതാര്യത വരുത്തുക, അതാണ് അവിടെ പറയുന്നത്. और उसका मतलब यह है कि हम कुछ लोगों को अलग अलग विषयों में नफरत के साथ बांध रखा है हमारे हृदयों में। कुछ लोगों के साथ कुछ हमें विषयों में एक बंधन हम डाल रखा है। हमें यहां पर कह रहे हैं कि हम उनको क्षमा करना है, उनके साथ हमें दया और करुणा से
व्यवहार करना सीखना है, यही बात को यहाँ पर बताया गया है। മറ്റൊരു വിഷയം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുപാടും അനേകരെ പിശാച് ബന്ധിച്ചു വെച്ചിരിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി കർത്താവിന്റെ സന്നിധിയിൽ ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ച് ദുഷ്ടപിശാചിന്റെ ബന്ധനങ്ങളിൽ നിന്ന് ആ ജനത്തെ വിടുവിപ്പാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ അവർക്ക് വേണ്ടി നമ്മൾ ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ച് ഉപവസിച്ച് കർത്താവിന്റെ സന്നിധിയിൽ അവരെ സ്വാതന്ത്ര്യത്തോടെ അഴിക്കുവാൻ തക്കവണ്ണം നമുക്കിടയാകണം. हमारे चारों ओर बहुत सारे लोगों को शैतान ने अपने जुए में बांध रखा है। हमें उनके लिए प्रार्थना करना है, उनके लिए मध्यस्थता करना है और उनको आजाद कराना है। ഇവിടെ എഴുതിയിരിക്കുന്നു, നുഖത്തിന്റെ അമിക്കയറുകളെ അഴിക്കുക, പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക, എല്ലാ നുഖത്തെയും തകർക്കുക. और यहाँ पर लिखा है कि अन्याय से बने हुए दास और अंधेरे में रहने वालों का जुआ तोड़कर उनको छुड़ा लेना और सब जुओं को टुकड़े टुकड़े कर देना। എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, ഇത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തിന് ഒരു രൂപാന്തരം വരണം. മറ്റുള്ളവരെ കുറിച്ചുള്ള ഒരു ഭാരം നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് കടന്നു വരണം. यदि मुझे सुनने वाले भाई और बहनों, यदि ये हमारे जीवन में होना है तो हमारे हृदय में एक परिवर्तन की जरूरत है। दूसरों के प्रति एक बोझ हमारे अंदर आना चाहिए। കർത്താവ് നമ്മുടെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ നമ്മൾ സ്വാർത്ഥതയോടെ എനിക്കും എന്റെ കുടുംബത്തിനും എന്റെ പ്രിയപ്പെട്ടവർക്കും വേണ്ടി ജീവിക്കുന്ന വ്യക്തിയായിട്ടല്ല കർത്താവ് കാണേണ്ടത്. നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ മറ്റുള്ളവർക്ക് ഒരു സ്ഥാനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. और जब प्रभु हमारे हृदय को देखते हैं, हमें मेरे लिए और अपने लिए स्वार्थ के लिए जीने वाले एक इंसान नहीं दिखे, बल्कि दूसरों के प्रति एक बोझ रखने वाला एक इंसान हमें दिखने पाए। പലപ്പോഴും സഹോദരങ്ങളെ, നമ്മുടെ ഉപവാസങ്ങളെ നോക്കിക്കേ. നമ്മുടെ ഉപവാസങ്ങളിൽ പലതും നമുക്ക് വേണ്ടിയും നമ്മുടെ കാര്യസാധ്യത്തിനു വേണ്ടിയുമാണ്. कई बार हमारे उपवास की और आप एक बार जांच कर देखिए, हमारा उपवास हमारे लिए, हमारे परिवार के लिए, हमारी स्वार्थ के लिए कई बार है। എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മളിൽ എത്ര പേർക്ക് പറയുവാൻ പറ്റും, ഞാൻ പലപ്പോഴും ഉപവസിക്കുന്നത് എനിക്കോ എന്റെ കുടുംബത്തിനോ വേണ്ടിയല്ല, ഞാൻ ഉപവസിക്കുന്നത് മറ്റു ചില വ്യക്തികളുടെ വിടുതലിന് വേണ്ടിയാണെന്ന്? हम में से कितने लोग इस बात को कह सकते हैं कि मैं अपने लिए उपवास नहीं करता, परंतु मैं दूसरों के लिए, उन परिवारों के लिए मैं उपवास करता हूं। എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, കർത്താവ് നമ്മുടെ മധ്യത്തിൽ പ്രസാദിക്കുകയാണെങ്കിൽ, നമ്മുടെ ഉപവാസത്തിൽ പ്രസാദിക്കുകയാണെങ്കിൽ, നാം ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു? അവരുടെ വിടുതൽ മാത്രമല്ല, അതോടൊപ്പം നമ്മുടെ കർത്താവ് നമ്മുടെ ആവശ്യങ്ങളെയും ഹല്ലേലൂയ സാധിച്ചു തരുവാൻ തക്കവണ്ണം, നമുക്ക് വിടുതൽ തരുവാൻ തക്കവണ്ണം അവൻ ശക്തനാണ്. मेरे प्रियो, यदि हम हमारे उपवास से परमेश्वर प्रसन्न हो जाएंगे, हमें केवल हम जिनके लिए प्रार्थना करते हैं उनके विषय पर नहीं, केवल नहीं, हमारे विषयों पर भी अपने अद्भुत कार्य प्रकट करने के लिए परमेश्वर सर्वशक्तिमान है। 7ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചു, വിശപ്പുള്ളവന് നിന്റെ അപ്പം നുറുക്കി കൊടുക്കുന്നതും അലഞ്ഞു നടക്കുന്ന സാധുക്കളെ നിന്റെ വീട്ടിൽ ചേർത്ത് കൊള്ളുന്നതും നഗ്നനെ കണ്ടാൽ അവനെ ഉടുപ്പിക്കുന്നതും നിന്റെ മാംസരക്തങ്ങളായിരിക്കുന്നവർക്ക് നിന്നെ തന്നെ മറയ്ക്കാതിരിക്കുന്നതുമല്ലയോ? हमें 58 के 7 में हम पढ़ते हैं, क्या वो ये नहीं है कि अपनी रोटी भूखों को बांट देना, अनाथ और मारे मारे फिरते हुओं को अपने घर ले आना, किसी को नंगा देकर वस्त्र पहनाना और अपने जाति भाइयों से अपने को ना छिपाना। എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഇതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? നമ്മുടെ പ്രാർത്ഥനകൾ പ്രവൃത്തിയായിട്ട് മാറണം, നമ്മുടെ പ്രസംഗം പ്രവൃത്തിയായിട്ട് മാറണം, നമ്മുടെ സുവിശേഷം പ്രവൃത്തിയായിട്ട് മാറണം. मुझे सुनने वाले भाइयों, क्या आप समझ रहे हैं इसका अर्थ क्या है? हमारी प्रार्थना कार्य बन जाना चाहिए, हमारी प्रार्थनाएं सुसमाचार का काम बन जाना चाहिए। നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് സ്നേഹത്തെ നമ്മുടെ മുമ്പിൽ തെളിയിച്ചു തന്നത് എങ്ങനെയാണെന്നറിയാമോ? സ്വർഗം വെടിഞ്ഞ് അവിടുന്ന് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നമ്മളെ പോലെ നമ്മുടെ സാഹചര്യത്തിൽ അവിടുന്ന് ജീവിച്ചു കാണിച്ചു. हमारा आराध्य प्रभु ने हमसे प्रेम हमें करते हैं कहा ही नहीं, परंतु उसने हमसे अपने प्रेम को कैसे प्रकट किया? स्वर्ग की महिमा छोड़कर हमारे बीच में वो उतर आया। അതുമാത്രമല്ല സഹോദരങ്ങളെ, എന്നെയും നിങ്ങളെയും നിത്യനരകത്തിൽ നിന്ന് വിടുവിക്കുവാൻ തക്കവണ്ണം ദൈവകോപത്തിന്റെ കീഴിൽ, ദൈവക്രോധത്തിന്റെ കീഴിൽ, ദൈവത്തിന്റെ നീതിയുടെ മുമ്പിൽ തന്നെ തന്നെ നമുക്ക് പകരക്കാരനാക്കി കർത്താവ് ക്രൂശിൽ മരിക്കുവാൻ തക്കവണ്ണം തയ്യാറായി തീർന്നു. इतना ही नहीं मेरे प्रिय भाइयों और बहनों, हमें हमारे स्थान में हमारी जगह लेते हुए परमेश्वर के क्रोध को स्वीकार कर परमेश्वर के क्रोध को लेकर हमें क्रूस पर मृत्यु को उसने सह लिया।
നമുക്കറിയാം, ചുറ്റുപാടും കഴിഞ്ഞ കാലങ്ങളിലേക്ക് നോക്കിയാൽ, നൂറ്റാണ്ടുകളിലേക്ക് നോക്കിയാൽ, അമേരിക്കയിലും UK അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലൊക്കെ സമ്പന്നതയിൽ ജീവിച്ചിരുന്ന അനേക വ്യക്തികൾ, സമൂഹത്തിന്റെ നല്ല നിലയിൽ ജീവിച്ചിരുന്ന അനേക വ്യക്തികൾ ഈ കർത്താവിന്റെ സ്നേഹം ഉള്ളിലേക്ക് കടന്നു വന്നപ്പോൾ അവരെന്ത് ചെയ്തെന്നറിയാമോ? തങ്ങളുടേതായിട്ടുള്ള ഈ ലക്ഷറീസ് ലൈഫ് ഒക്കെ വിട്ട്, കംഫർട്ടബിൾ ലൈഫ് ഒക്കെ വിട്ടിട്ട് അവർ ഇന്ത്യയും അതുപോലെ തന്നെ ആഫ്രിക്കയും അതുപോലെയുള്ള രാജ്യങ്ങളിലേക്ക് കഷ്ടതയുടെ നടുവിലേക്ക് സുവിശേഷവുമായിട്ട് ഇറങ്ങിപ്പോയത് മറ്റുള്ളവരെ കുറിച്ചുള്ള ഹൃദയത്തിലെ ഭാരം കൊണ്ട്. मेरे प्रियो, हम जानते हैं अमेरिका में, यूके में हमें जो लोग बहुत धनी थे, सुख विलासों में जी रहे थे, उन्होंने लेकिन अपना हमें जीवन के सारे सुख विलासों को त्याग कर भारत जैसे, अफ्रीका जैसे जगहों में सुसमाचार लेकर चला गया, क्योंकि इसी भावना उनके हृदय में आ गया था। എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, കർത്താവിന്റെ സന്നിധിയിൽ ഉപവസിക്കുമ്പോൾ ഈ ഒരു ആറ്റിറ്റ്യൂഡാണ് നമുക്കുണ്ടാകേണ്ടത്. നഷ്ടം സഹിക്കുവാൻ നമ്മൾ തയ്യാറാകുക, കഷ്ടം സഹിക്കുവാൻ കോണം തയ്യാറാകുക. നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി കൂടെ അവകാശപ്പെട്ട ജീവിതമാണെന്നുള്ള തിരിച്ചറിവിലേക്ക് നമ്മൾ വരിക. അവിടെയാണ് കർത്താവ് പ്രസാദിക്കുന്നത്. जब हम भी उपवास करते हैं, ये भावना हमारे अंदर आए, दूसरों के प्रति, हमें दूसरों के लिए दुख उठाने के लिए, दूसरों की सहायता करने के लिए प्रभु ने हमें चुना, ये भावना हमारे अंदर आना चाहिए। സഹോദരങ്ങളെ, ഒരിക്കലും നമ്മൾ കരുതരുത്, നമ്മൾ ഉപവസിക്കുമ്പോൾ നമ്മൾ പട്ടിണി കിടക്കുന്നത് കാണുമ്പോൾ കർത്താവിന് കരുണയുണ്ടാകും, അപ്പോൾ കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കുമെന്ന് നമ്മൾ ചിന്തിക്കരുത്. हम ऐसा नहीं सोचें कि जब हम भूखा रहेंगे तो प्रभु हम पर दया करेंगे, प्रभु हमारे जीवन पर अपने करुणा को प्रकट करेंगे। കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ ചിന്തയോടുകൂടി ദൈവസന്നിധിയിൽ വരുമ്പോൾ തന്നെ അതിനു മുമ്പേ കർത്താവ് നമ്മുടെ ചിന്തകളെ തിരിച്ചറിയുന്നവനാണ്. क्योंकि हम ऐसे भावनाओं के साथ प्रभु के पास आने से पहले हमारी सोच को वो पहचानता है। ഉപവസിക്കുന്ന സമയത്ത് നാം ചെയ്യുന്നത് എന്തെന്ന് ചോദിച്ചാൽ, കർത്താവെ, ഈ ആഹാരത്തെക്കാൾ അധികം, ഈ ലോകത്തിലുള്ള സുഖങ്ങളെക്കാൾ അധികം, എൻ്റെ ശരീരത്തെക്കാൾ അധികം, എൻ്റെ ജീവിതത്തെക്കാൾ അധികം ഞാൻ അങ്ങേ അന്വേഷിക്കുകയാണ്. ഈ തിരക്കുള്ള എൻ്റെ ജീവിതത്തിൽ, ഈ ദൈനംദിന ജീവിതത്തിൽ എല്ലാത്തിനെയും മറന്ന് ചില സമയം അങ്ങയുടെ പാദപീഠത്തിൽ ഞാൻ അങ്ങയുടെ മുഖം അന്വേഷിക്കുകയാണ് എന്നുള്ള ആറ്റിറ്റ്യൂഡിൽ നാം ഇരിക്കുന്നതാണ് ഉപവാസം. और उपवास ये है मेरे प्रियो कि जब हम उपवास करते हैं, हमें परमेश्वर को ये प्रकट करते हुए कि प्रभु, बाकी मेरे व्यस्त जीवन के समय में हमें बाकी सब बातों से बढ़कर मैं आपको प्राथमिकता देता हूं, आपके साथ समय बिताना चाहता हूं, आपकी उपस्थिति की मुझे जरूरत है, ये कहना ही उपवास है। നമുക്കറിയാം, ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിൽ രണ്ടുപേര് പ്രാർത്ഥിക്കാൻ പോകുന്നതിനെ കുറിച്ച് കർത്താവ് പറയുന്ന ഒരു ഭാഗമുണ്ട്. लूका सुसमाचार में हमें दो लोगों के परमेश्वर की उपस्थिति में प्रार्थना करने के लिए जाने का एक वर्णन 18 अध्याय में हम देखते हैं। ഒന്നൊരു പരീശനായിരുന്നു, മറ്റേയാള് ചുങ്കക്കാരനായിരുന്നു. एक फरीसी व्यक्ति था और दूसरा चुंगी लेने वाला था। ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 11 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അത് മനസ്സിലാകും. लूका सुसमाचार 18 अध्याय के हमें 11 से जब हम पढ़ेंगे तब हम इस बात को समझ पाएंगे। നിങ്ങൾ വളരെ ശ്രദ്ധയോടെ 11-ാമത്തെ വാക്യത്തിലേക്ക് ഒന്ന് നോക്കിയ പരീശന്റെ ക്വാളിറ്റീസ് അവിടെ എഴുതിയിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. और 11 वचन में आप ध्यान से देखिए, फरीसी की गुणों को हम वहां पर देखते हैं। പരീശൻ പറയുന്നത് എന്താണെന്നറിയാമോ? ദൈവമേ, പിടിച്ചുപറിക്കാരെ പോലെ അല്ല ഞാൻ, നീതികെട്ടവരെ പോലെ അല്ല ഞാൻ, വ്യഭിചാരികളെ പോലെ അല്ല ഞാൻ, അത് മാത്രമല്ല ഈ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെ അല്ല ഞാൻ, ആഴ്ചയിൽ 2 പ്രാവശ്യം ഉപവസിക്കുന്നയാളാണ്, നേടുന്നതിനൊക്കെയും പതാരം കൊടുത്തു വരുന്നയാളാണ് എന്ന് ദൈവസന്നിധിയിൽ പ്രാഗൽഭ്യത്തോടെ അവൻ പറയുകയാണ്. फरीसी बड़े हियाव के साथ परमेश्वर की उपस्थिति में कहता है कि हे परमेश्वर, मैं तेरा धन्यवाद करता हूं कि मैं दूसरे मनुष्यों के समान नहीं, अंधेर करने वाला नहीं, अन्यायी नहीं, व्यभिचारी नहीं, और ना इस चुंगी लेने वाले के समान है। मैं सप्ताह में 2 बार उपवास रखता हूं, मैं अपनी सब कमाई का 10वांश भी देता हूं। സഹോദരങ്ങളെ ശ്രദ്ധിച്ചേ, അത് ചെറിയ കാര്യം വല്ലതുമാണോ അവൻ പറഞ്ഞത്? ഈ ലോകത്തിലുള്ള മനുഷ്യരെ പോലെ അല്ല, ഞാൻ ദൈവത്തെ ഭയപ്പെടുന്ന വ്യക്തിയാണ്, അത് മാത്രമല്ല ഞാൻ ലോകത്തിന്റെ വഴികളിൽ പോകുന്ന വ്യക്തിയല്ല, ദൈവസന്നിധിയിൽ എനിക്ക് പ്രാഗൽഭ്യത്തോടെ നിൽക്കുവാൻ കഴിയുമെന്നാണ് ആ മനുഷ്യൻ പറഞ്ഞത്. मेरे प्रिय भाइयों और बहनों, क्या कोई छोटी बात उसने कहा? उसने कहा मैं संसार के लोगों के समान नहीं, मैं परमेश्वर के सामने खड़े रहने के लिए योग्यता रखने वाला एक व्यक्ति हूं। അത് മാത്രമല്ല, ആഴ്ചയിൽ 2 ദിവസം ഉപവസിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? क्या आपको लगता है कि हमें सप्ताह में 2 बार उपवास करना छोटी बात है? കിട്ടുന്നതിന്റെ എല്ലാം 10% ദൈവത്തിന്റെ സന്നിധിയിൽ കൊടുക്കുക. അത് ചെറിയ സാധനമായിക്കോട്ടെ, വലുതായിക്കൊള്ളട്ടെ, വിലയില്ലാത്തതായിക്കൊള്ളട്ടെ, വിലയുള്ളതായിക്കൊള്ളട്ടെ, 10% ദൈവസന്നിധിയിലേക്ക് കൊടുക്കുക ചെറിയ കാര്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? क्या आपको लगता है कि ये छोटी बात है कि अपनी
हमारी सब कमाई का 10वां अंश दे देना, कि चाहे बड़ी बात मिले छोटी चीज मिले, एक छोटी चीज मिला तो भी उसका 10वां अंश देना छोटी बात है। അപ്പോൾ അറിവായ കാലം മുതൽ ജീവിതത്തിൽ ഇന്നയോളം ആഴ്ചയിൽ 2 ദിവസം ഉപവസിക്കുക മാത്രമല്ല, കിട്ടിയതിന്റെ ഒക്കെ 10% കൊടുത്ത് ദൈവസന്നിധിയിൽ താൻ നീതിമാനാണെന്ന് പറഞ്ഞു ജീവിച്ച വ്യക്തി ദൈവസന്നിധിയിൽ അംഗീകരിക്കപ്പെട്ടില്ല എന്നാണ് താഴെയുള്ള വാക്യങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. और जब हम इस बात को पढ़ते हैं कि ये हमें स्मरण दिलाते हैं कि अपने जीवन में सब योग्यता रखने वाला एक व्यक्ति जो अपने आप को ये कहता है कि मैं योग्य हूं, वो परमेश्वर के सम्मुख में योग्य नहीं ठहरा। സഹോദരന്മാരെ സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ നാം പലപ്പോഴും നമ്മെക്കുറിച്ച് കരുതിയിരിക്കുന്നത്, നാം ദൈവസന്നിധിയിൽ ചെയ്യുന്നുവെന്ന് നാം അവകാശപ്പെടുന്നത്, നാം സ്വയം നമ്മളെ തന്നെ ഉയർത്തുന്നതൊക്കെയും മനുഷ്യരുടെ മുമ്പിലോ നമ്മൾക്ക് നമ്മുടെ മുമ്പിലോ ഉയരുവാൻ കഴിഞ്ഞേക്കാം. എന്നാൽ ദൈവം അംഗീകരിക്കുന്നുവോ ഇല്ലയോ എന്നുള്ളത് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. मेरे प्रिय भाई और बहनों, कई बार हम जो जिस बातों पर बड़ाई करते हैं, अपने आप की बड़ाई करते हैं, शायद वो लोगों के सामने उसको स्वीकार्यता मिलेगा, हम अपने आप को उसको बड़ा देखेंगे, लेकिन हमें सोचना है कि क्या परमेश्वर के सामने उसके लिए कोई जगह है कि नहीं। എന്നാൽ നീതീകരിക്കപ്പെട്ടവനായി അംഗീകരിക്കപ്പെട്ടവനായ ഒരു മനുഷ്യനെ ആ ഭാഗത്ത് കാണുന്നുണ്ട്, അത് ചുങ്കക്കാരനാണ്. हम वहां पर एक ग्रहण योग्य और धर्मी ठहराए जाने वाले एक व्यक्ति को देखते हैं, वो है चुंगी लेने वाला ഈ व्यक्ति। ചുങ്കക്കാരന് ന്യായപ്രമാണത്തെ കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയത്തില്ല. और ये चुंगी लेने वाला व्यक्ति व्यवस्था के विषय में अधिक बातें नहीं जानता, എന്നാൽ അവൻ കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്നപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നവൻ മുകളിലേക്ക് നോക്കുവാൻ പോലും കഴിയാതെ ചങ്കത്തടിച്ചുകൊണ്ട് അവൻ നിലവിളിച്ചതായിട്ട് ഇവിടെ വായിക്കുവാനായിട്ട് കാണുന്നു. परंतु हम यहाँ पर पढ़ते हैं कि जब वो परमेश्वर के पास आते हैं, वो दूर खड़े होकर स्वर्ग की ओर देखना भी उचित नहीं समझा, और वो छाती पीट पीट कर परमेश्वर को पुकार रहा है। അവൻ നിലവിളിച്ചു, പാപിയായ എന്നോട് കരുണ തോന്നണമേ കർത്താവേ എന്നവൻ ഹൃദയം തകർന്ന് ഹൃദയം കീറി അവൻ നിലവിളിച്ചു. वो छाती पीट पीट कर कहता है, हे परमेश्वर मुझ पापी पर दया कर। 14-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നീതീകരിക്കപ്പെട്ടവനായി അവൻ പോയി, കാരണം അവൻ തന്നെ തന്നെ താഴ്ത്തി. എന്നാൽ പരീശൻ അങ്ങനെയല്ല, ദൈവസന്നിധിയിൽ അവൻ തന്നെ തന്നെ ഉയർത്തി. लूका 18:14 में हम देखते हैं कि वो धर्मी ठहराया जाकर अपना घर गया, परंतु क्योंकि जो व्यक्ति अपने आप को छोटा किया, उसको परमेश्वर ने बड़ा किया। എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, അതുകൊണ്ട് ഉപവസിക്കുമ്പോൾ നമ്മത്തായുടെ സുവിശേഷത്തിൽ വായിച്ചതുപോലെ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് കപടഭക്തിക്കാരെ പോലെയുള്ള മുഖമോ കപടഭക്തിക്കാരെ പോലെയുള്ള പ്രാർത്ഥനയോ അല്ല ചെയ്യേണ്ടത്. ഇവിടെ നാം കണ്ടതുപോലെ രഹസ്യത്തിൽ കാണുന്ന കർത്താവിന്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് വസ്ത്രങ്ങളെയല്ല ഹൃദയങ്ങളെ തന്നെ കീറി വിലാപത്തോടെ കരച്ചിലോടെ കർത്താവിന്റെ സന്നിധി നിലവിളിക്കുന്നുവെങ്കിൽ കർത്താവ് നമ്മളിൽ പ്രസാദിക്കും, നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടും. मेरे प्रिय भाई और बहनों, जब हम उपवास करते हैं मनुष्यों को प्रकट करने के लिए नहीं, मनुष्यों को बड़ा दिखाने के लिए नहीं, परंतु यदि सच में हम अपने हृदयों को हमें तोड़कर, हमारे छाती हमें फाड़कर, वस्त्रों को नहीं हृदय को चीरकर हमें रोते हुए यदि हम परमेश्वर की उपस्थिति में आते हैं, तो प्रभु हमारी प्रार्थनाओं से प्रसन्न होगा। ഉപവസിക്കുന്ന സമയത്ത് വലിയ പോരാട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. जब हम उपवास करते हैं तब बहुत सारी लड़ाइयां हमारे जीवन के विरोध में आएगी, കാരണം നമ്മുടെ ശ്രദ്ധ മാറ്റുന്നതിന് വേണ്ടി നമ്മുടെ സാഹചര്യങ്ങളിലേക്ക് ദുഷ്ടനാകുന്ന പിശാച് ഇടപെടും. क्योंकि हमारे ध्यान को हटाने के लिए, हमारे मन को दूर करने के लिए शैतान वहां पर काम करेगा। നമ്മളെ പ്രലോഭനങ്ങളുടെ അകത്തേക്ക് കൊണ്ടുവരും, പല പല ആഗ്രഹങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് അവൻ കൊണ്ടുവരും. हमारे जीवन में प्रलोभनों को लेकर आएगा, बहुत सारी अभिलाषाएं हमारे मन में लेकर आएगा। ഭൗതികമായിട്ടുള്ള പോരാട്ടങ്ങൾ ഉണ്ടാകാം, ആത്മീകമായിട്ടുള്ള പോരാട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം ഉപവാസത്തിന്റെ ദിവസങ്ങളിൽ. भौतिक विषयों को लेकर और आत्मिक विषयों को लेकर लड़ाइयां हमारे जीवन में उपवास के समय में आएगा। ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായത്തിൽ ദാനിയേൽ 3 ആഴ്ചക്കാലം ഉപവസിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. दानिएल नबी के पुस्तक 10 अध्याय में हम देखते हैं कि दानिएल 3 सप्ताह उपवास करता रहा। നമുക്കറിയാം 21 ദിവസത്തെ ഉപവാസമാണ് കർത്താവിന്റെ ദാസൻ ചെയ്യുന്നത്. हम जानते हैं 21 दिन के उपवास दानिएल नबी करते हैं, അതുപോലെ रखते തന്നെ हैं। ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കുമ്പോൾ ചിന്തിക്കണമേ, പലതരത്തിലുള്ള ഉപവാസങ്ങളുണ്ട്. और जब हम इस विषय को ध्यान देते हैं, हमें ये ध्यान देना है कि अलग अलग प्रकार के उपवास हैं। ഫുൾ ഫാസ്റ്റിംഗ് ഉണ്ട്, പൂർണ്ണമായ ഉപവാസമുണ്ട്. पूरा उपवास है।
മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിലും ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായത്തിലും വാഴ്ത്തപ്പെട്ട കർത്താവ് ഉപവസിക്കുന്നത് കാണുന്നുണ്ട്. പൂർണ്ണമായ ഉപവാസമാണത്. मत्ती 4 अध्याय, लूका 4 अध्याय में हम इस बात को देखते हैं, प्रभु यीशु मसीह जब उपवास किया उसने पूर्ण रूप में उपवास किया। എന്നാൽ ഇവിടെ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ദാനിയേൽ ഉപവസിക്കുന്നുണ്ട്. അത് ഭാഗികമായ ഉപവാസമാണ്. यहाँ पर दानियल नबी जो उपवास रखते हैं वो भागिक रूप में है, हमें अंशिक रूप में वो उपवास करते हैं। സഹോദരങ്ങളെ, ഉപവാസത്തിലേക്ക് നാം നയിക്കപ്പെടുമ്പോൾ കർത്താവിന്റെ ആലോചന അനുസരിച്ച് വേണം നമ്മൾ ഉപവസിക്കുവാൻ. और मेरे प्रिय भाई और बहनों, जब हम उपवास के लिए अगुवाई पाते हैं, परमेश्वर की इच्छा को जानकर हमें उपवास करना है। നമ്മൾ നമ്മുടെ ബുദ്ധിയിൽ ആശ്രയിച്ചുകൊണ്ട് ഭാഗികമായിട്ട് ഉപവാസമോ ഫുൾ ടൈം ഉപവാസമോ ആയിട്ട് നമ്മൾ തന്നെ ചിന്തിക്കരുത്. ദൈവത്തിന്റെ ആലോചനയിൽ നമ്മൾ അത് നടത്തണം. हम अपने बुद्धि पर भरोसा रखकर अंशिक रूप में या पूर्ण रूप में उपवास का निर्णय नहीं करें, परमेश्वर की सलाह लेकर ही हम उसका निर्णय करें। ഞാൻ മറ്റൊരു വിഷയം സംസാരിക്കുവാൻ തക്കവണ്ണമാണ് ഈ ഭാഗത്തേക്ക് വന്നത്. मैं इस भाग में दानियल के 10 अध्याय से एक और विषय के बारे में बात करना चाहता हूं। ഇവിടെ 3 ആഴ്ച ദാനിയേൽ ഉപവസിക്കുന്ന സമയത്ത് 3 ആഴ്ച വേറൊരു വിഷയം നടന്നുകൊണ്ടിരിക്കുകയാണ് അദൃശ്യമണ്ഡലത്തിൽ. जब 3 सप्ताह दानियल उपवास कर रहा था, तब ये 3 सप्ताह एक अंधे की हमें स्थान क्षेत्र में और एक काम हो रहा था। 10:3 ഇങ്ങനെ വായിക്കുന്നു, 3 ആഴ്ചവട്ടം മുഴുവനും കഴിയുവോളം ഞാൻ സാധുഭോജനം കഴിക്കുകയോ ഭക്ഷിക്കുകയോ മാംസവും വീഞ്ഞും ആസ്വദിക്കുകയോ ചെയ്തിട്ടില്ല, എണ്ണ തേച്ചിട്ടുമില്ല. जब 10वां अध्याय के दानियल नबी के पुस्तक 10 के 3 से पढ़ते हैं, हम इस प्रकार पढ़ते हैं, उन 3 सप्ताहों के पूरे होने तक मैंने ना तो स्वादिष्ट भोजन लिया और ना मांस का या दाख मधु अपने मुंह में रखा और ना अपनी देह में कुछ तेल लगाया। അതിന് തൊട്ടു മുമ്പിലത്തെ വാക്യത്തിൽ 2-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ദാനിയേൽ എന്ന ഞാൻ 3 ആഴ്ചവട്ടം മുഴുവനും ദുഃഖിച്ചുകൊണ്ടിരുന്നു. और दूसरा वचन में हम देखते हैं कि दानियल 3 सप्ताह तक शोक करता रहा। അതിന്റെ അർത്ഥം ഈ 3 ആഴ്ചക്കാലം ആ ദൈവദാസൻ ഉപവസിക്കുകയായിരുന്നു. और उसका मतलब ये तीनों सप्ताह वो प्रभु का दास जो है उपवास कर रहा था। 13-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ ദൂതൻ ദാനിയേലിനെ വെളിപ്പെടുത്തി കൊടുത്ത ഒരു സത്യം അവിടെ 13-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു. 13वीं वचन जब हम पढ़ते हैं, वहां पर स्वर्ग का दूत एक बात उनको प्रकाश दिया। അവിടെ എഴുതിയിരിക്കുന്നു, പാർസി രാജ്യത്തിന്റെ പ്രഭു 21 ദിവസം എന്നോട് എതിർത്തു നിന്നു, എങ്കിലും പ്രധാന പ്രഭുക്കന്മാരിൽ ഒരുത്തനായ മിഖായേൽ എന്നെ സഹായിക്കുവാൻ വന്നു. ഞാൻ അവനെ പാർസി രാജാക്കന്മാരോട് അവിടെ വിട്ടേച്ച് നിന്റെ ജനത്തിന് ഭാവി കാലത്ത് സംഭവിക്കുവാനുള്ളത് നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിന് ഇപ്പോൾ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. फारस के राज्य के प्रधान 21 दिन तक मेरा सामना किए रहा, परंतु मिखाएल जो मुख्य प्रधानों में से हैं, वह मेरी सहायता करने के लिए आया, इसलिए मैं फारस के राजाओं के पास रहा और अब मैं तुझे समझाने आया हूं कि अंत के दिनों में तेरे लोगों की क्या दशा होगी, क्योंकि जो दर्शन तूने देखा है वो कुछ दिनों के बाद पूरा होगा। അവിടെ താഴേക്ക് വായിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാകും, കർത്താവിന്റെ മുഖം അന്വേഷിച്ച്, യഹോവയുടെ മുഖം അന്വേഷിച്ച് ദാനിയേല് മുട്ടിന്മേൽ നിന്ന സമയം മുതൽ പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയ സമയം മുതൽ തന്നെ ദൈവത്തിന്റെ ശബ്ദം അവന് കേൾക്കുവാൻ തക്കവണ്ണം, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കുവാൻ തക്കവണ്ണം തന്റെ ദൂതനെ ദൈവം അയച്ചു. പക്ഷേ ആ 21 ദിവസം, എത്ര ദിവസം അവൻ ഉപവസിച്ചുവോ അത്രയും ദിവസം ഈ പോരാട്ടമായിട്ട് അവന്റെ ഉത്തരത്തിനെതിരെ അവന് ദൈവശബ്ദം കേൾക്കുവാൻ തക്കവണ്ണം കഴിയാതെ അതിനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് शत्रु पोराड़ी നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. और आगे के आयतों को हम पढ़ेंगे तो हमें समझ में आता है कि जब वो प्रार्थना और उपवास के लिए घुटना टेका, तभी उसके उत्तर में, उसके जवाब में परमेश्वर ने अपना संदेश भेज दिया था। परंतु फारस के प्रधान उसके विरोध में काम किया, शैतान ने लड़ाई लड़ा, पूरे 21 दिन तक लड़ता रहा कि उसको वो उत्तर नहीं मिले, वो परमेश्वर की उस आवाज को नहीं सुन पाए। ഞാനിത് എന്തിനാ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, നമ്മൾ പലപ്പോഴും ഉപവാസം ലാഘവത്തോടെയാണ് എടുക്കുന്നത്. നമ്മൾ ഉപവാസം വേറൊരു ലാഘവത്തോടെയാണ് എടുക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ഉപവാസം എടുക്കുന്ന നിമിഷം ഓർക്കുക, പിശാച് അനങ്ങാതിരിക്കുകയല്ല, അവൻ പോരാട്ടത്തിലാണ്. അവൻ ഉത്തരം തടയുവാനായിട്ട് ശ്രമിക്കും. അതുകൊണ്ട് നമ്മുടെ ഉപവാസം യാഥാർത്ഥ്യമുള്ളതും താഴ്മയുള്ളതും മുമ്പേ പറഞ്ഞതുപോലെ ഗൗരവമേറിയ ഉപവാസവുമായിരിക്കണം. എങ്കിൽ മാത്രമേ ഉപവസിക്കുന്നത് പ്രയോജനമുള്ളൂ. എങ്കിൽ മാത്രമേ നമുക്ക് ആ വിഷയത്തിൽ ഉത്തരം ലഭിക്കുകയുള്ളൂ. मैं इस बात को क्यों कह रहा हूं, क्योंकि कई बार हम उपवास को हल्के में लेते हैं, उसकी गंभीरता को नहीं समझ पाते हैं। हमें ये समझना है कि उपवास का समय जो है बहुत गंभीरता से लेने की बात है, क्योंकि हमें अपने जीवन को, जैसे हमने पहले ध्यान दिया,
अपने पूरे मन से और अपने उन बातों को त्याग कर हमें बड़ी गंभीरता के साथ हमें परमेश्वर की वस्तु में बस उपवास करना है, तभी हम जिस विषय के लिए बैठते हैं उस विषय पर परमेश्वर के कार्य को हम देख पाएंगे। മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. मत्ती सुसमाचार 6 अध्याय की ओर हम वापस आए. അവിടെ എഴുതിയിരിക്കുന്നു, ഞാനത് അടുത്ത 5 മിനിറ്റിനുള്ളിൽ ദൈവവചനം പറഞ്ഞു നിർത്തുകയാണ്. मैं आगे 5 मिनट के अंदर वचन को समाप्त करूंगा. ഒന്നുകൂടെ വായിക്കുന്നു 16 മുതലുള്ള വാക്യങ്ങൾ. 16 वचन से एक और बार पढ़ता हूं. ഉപവസിക്കുമ്പോൾ വായിച്ചാട്ടെ, ദേവദാസൻ വായിച്ചാട്ടെ. जब तुम उपवास करो तो कपटियों के समान तुम्हारे मुंह पर उदासी ना छाई रहे, क्योंकि वे अपना मुंह बनाए रहते हैं ताकि लोग उन्हें उपवासी जाने. मैं तुमसे सच कहता हूं कि वे अपना प्रतिफल पा चुके, परंतु जब तू उपवास करे तो अपने सिर पर तेल मल और मुंह धो, ताकि लोग नहीं परंतु तेरा पिता जो गुप्त में है तुझे उपवासी जाने. इस दशा में तेरा पिता जो गुप्त में देखता तुझे प्रतिफल देगा. ഇവിടെ വായിച്ച് നമ്മൾ കേട്ടല്ലോ, 16-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. और वहां 16 वचन में कहता है, मैं तुमसे सच कहता हूं कि उनको प्रतिफल मिल गया. ഏത് പ്രതിഫലത്തെ കുറിച്ചാ പറയുന്നതെന്ന് അറിയാമോ? ലോകം അംഗീകരിച്ച പ്രതിഫലം. ലോകത്തിന്റെ കയ്യടി കിട്ടിപ്പോയി, പക്ഷെ ദൈവത്തിൽ നിന്ന് പ്രതിഫലം കിട്ടത്തില്ല. किस प्रतिफल की बात कर रहे हैं? संसार के द्वारा उसको मान्यता मिल गई, संसार ने उनके लिए ताली बजाई, शाबाशी किया, ये प्रतिफल उन्होंने पा चुका. സഹോദര സഹോദരി, നീയും ഞാനും ഉപവസിക്കുമ്പോൾ സമൂഹത്തിന്റെ കയ്യടിയാണോ, സഭയിലുള്ളവരുടെ കയ്യടിയാണോ, ദൈവദാസന്മാരുടെ കയ്യടിയാണോ നമുക്ക് കിട്ടേണ്ടത്? അതോ രഹസ്യത്തിൽ കാണുന്ന കർത്താവിൽ നിന്നാണോ നമുക്ക് പ്രതിഫലം പ്രാപിക്കേണ്ടത്? भाई और बहनों, जब आप और मैं उपवास करते हैं, क्या हमारे चर्च के पास्टर की ताली और शाबाशी में चाहिए, लोगों की शाबाशी में चाहिए, या गुप्त में देखने वाले परमेश्वर की ओर से प्रतिफल चाहिए? 17-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, നീ ഉപവസിക്കുമ്പോൾ നിന്റെ ഉപവാസം മനുഷ്യർക്കല്ല, രഹസ്യത്തിലുള്ള നിന്റെ പിതാവിന് വിളങ്ങേണ്ടതിന് തലയിൽ എണ്ണ തേച്ച് മുഖം കഴുകുക, രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. 17 वचन कहते, परंतु जब तू उपवास करे तो अपने सिर पर तेल मल और मुंह धो, ताकि लोग नहीं परंतु तेरा पिता जो गुप्त में है तुझे उपवासी जाने. इस दशा में तेरा पिता जो गुप्त में देखता तुझे प्रतिफल देगा. അതിന്റെ അർത്ഥം ഇതാണ്, സാധാരണ ദിവസങ്ങളിൽ ചെയ്യുന്നത് പോലെ തന്നെ നിന്റെ മുഖം പ്രസന്നമായിരിക്കണം. നീ ഉപവസിക്കുകയാണെന്നുള്ളത് ഒരു വ്യക്തിയും അറിയുവാൻ തക്കവണ്ണം ഇടയാകരുത്. മുഖമൊക്കെ കഴുകി സാധാരണ എണ്ണയൊക്കെ പുരട്ടുന്നവരാണെങ്കിൽ എങ്ങനെ മറ്റു ദിവസങ്ങളിലായിരിക്കുന്നുവോ അതുപോലെ തന്നെ ഈ ഉപവാസത്തിന്റെ ദിവസങ്ങളിലും ആയിരിക്കണം. നിന്റെ വാശിയായിരിക്കണം, ഞാൻ ഉപവസിക്കുന്നത് ആരും അറിയത്തില്ല, എൻ്റെ ഭാര്യയല്ലാതെ, എൻ്റെ ഭർത്താവല്ലാതെ, എൻ്റെ കുഞ്ഞുങ്ങളല്ലാതെ മറ്റാരും എൻ്റെ ഭവനത്തിന് പുറത്ത് ഞാൻ ഉപവസിക്കുന്നു എന്ന് അറിയരുത്. അതാണ് കർത്താവ് പ്രസാദിക്കുന്ന ഉപവാസം. उसका तात्पर्य है कि आप बाकी सब दिन जैसे करते वैसे यदि आप तेल लगाते तेल लगाएं, हाथ मुंह धोएं, हमें प्रसन्नता के साथ जैसे बाकी दिनों में आप प्रसन्न रहते वैसे प्रसन्न रहें, ताकि आपका उद्देश्य हो, मेरे पति या मेरे पत्नी के बिना, मेरे बच्चों के बिना और कोई मुझे उपवासी ना जाने. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, അത് ശ്രേഷ്ഠമേറിയ ഉപവാസമാണ് ദൈവത്തിന്റെ സന്നിധിയിൽ. അങ്ങനെ ഉപവസിക്കുന്നവർ കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളെ പ്രാപിക്കും, ഉത്തരങ്ങളെ പ്രാപിക്കും. അങ്ങനെയുള്ളവർ ദൈവത്തിന്റെ മുഖം കാണും. സഹോദരങ്ങളെ, ദൈവത്തിന്റെ വചനം അതിന് സാക്ഷ്യം നൽകുന്നു. यदि हम ऐसा उपवास रखते हैं तो ऐसा उपवास करने वाला परमेश्वर से प्रतिफल पाएंगे. हमें मेरे प्रिय भाइयों और बहनों, परमेश्वर ऐसे उपवास से प्रसन्न रहेंगे. മുന്നോട്ടുള്ള നാളുകളിൽ കർത്താവിന്റെ സന്നിധിയിൽ ഒരു പുതിയ ഉപവാസ രീതി നമുക്ക് ഈ വചനപ്രകാരം ആരംഭിച്ചു തുടങ്ങാം. आने वाले दिनों में हम एक नई रीति में उपवास को शुरू करें. കർത്താവ് പറയുന്ന പ്രകാരം നാം അനുസരിക്കുന്നുവെങ്കിൽ എനിക്കും നിങ്ങൾക്കും അത് അനുഗ്രഹമായി തീരും. परमेश्वर जैसे आज्ञा देते वैसे हम मानेंगे तो ये हमारे लिए, आपके लिए और मेरे लिए एक आशीष का कारण होगा. കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് നമ്മുടെ തലകളെ വണക്കി പ്രാർത്ഥിക്കാം. प्रभु की उपस्थिति में हम अपने सरों को झुकाएं और प्रार्थना करें. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ പരിശുദ്ധ വചനം ധ്യാനിക്കുവാൻ വീണ്ടും ഞങ്ങൾക്ക് അവസരം തന്നതിനായിട്ട് സ്തോത്രം. അപ്പ അവിടുന്ന് ഞങ്ങളോട് സംസാരിച്ചതിനായിട്ട് സ്തോത്രം. അങ്ങ് പ്രസാദിക്കുന്ന, അങ്ങ് സ്വീകരിക്കുന്ന ഉപവാസം എന്തെന്ന് അങ്ങയുടെ വായിലൂടെ ഞങ്ങൾക്ക് കേൾക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നല്ല കർത്താവെ. അതനുസരിപ്പാനും മുന്നോട്ടുള്ള നാളുകളിൽ ഞങ്ങൾ അതിനെ അംഗീകരിപ്പാനും അതിന് കീഴ്പ്പെടുവാനുമുള്ള കൃപ ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ദാസനായിട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അങ്ങയുടെ ജനത്തിന് മനസ്സിലാകുന്ന രീതിയിൽ കർത്താവെ ലളിതമായിട്ട് ഇതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുവാൻ തക്കവണ്ണം അങ്ങയുടെ ഭൃത്തിന് കൃപ കൊടുത്തതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. അനുഗ്രഹിച്ചടിയും പ്രാർത്ഥിക്കുന്നു. ഹാലേലൂയ. പ്രിയപ്പെട്ട കുടുംബത്തെ, കുഞ്ഞുങ്ങളെ, തലമുറകളെ
മക്കളെ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷയെ ദൈവജനത്തെ എല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അനുഗ്രഹിക്കണം. ഞങ്ങളുടെ ദാസന്റെ ജീവിതവും ശുശ്രൂഷയും അനേകർക്ക് അനുഗ്രഹമാകുമാറ് ശ്രേഷ്ഠമേറിയതാക്കി അവിടുന്ന് തീർക്കണമേ. ഞങ്ങളുടെ തൃക്കരങ്ങൾ ഉപയോഗിക്കുമാറാകണമേ എന്ന് അടിയനങ്ങയോട് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് ദൈവജനം കേട്ടിരിക്കുന്ന ഞങ്ങളുടെ ദാസീദാസന്മാർക്കായി ദൈവജനത്തിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും കർത്താവെ ഹല്ലേലൂയ ഹൃദയങ്ങൾ തുറക്കപ്പെടുവാൻ തക്കവണ്ണം അങ്ങയുടെ ശബ്ദം കേട്ട് ഒരു പുതിയ വെളിച്ചമരുടെ ഉള്ളിലേക്ക് മിന്നുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെയും അങ്ങയുടെ സന്നിധിയിലേക്ക് താഴ്ത്തി തരുന്ന കർത്താവെ, അന്ത്യത്തോളം വിശ്വസ്തയോടെ ശുശ്രൂഷ ചെയ്യുവാൻ അങ്ങയുടെ കൃപ അടിയന്റെ മേലും പകർന്നാട്ട് സ്തോത്രം. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിന്റെ പരിശുദ്ധ നാമത്തിലടി ഞങ്ങൾ അപേക്ഷിക്കുന്ന പച്ച കൃപയുടെ കേൾക്കണമേ. ആമേൻ. കർത്താവിന്റെ ദാസൻ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞിട്ട്. प्यारे पिता, हम यीशु के नाम से आपकी उपस्थिति में आते हैं। आपके दास के द्वारा बड़े सहज दास से आपके वचन को प्रभु हमारे बीच में लेकर आए, इसलिए धन्यवाद करते हैं प्रभु जी। सुने हुए वचन हर एक व्यक्ति के लिए, हर एक भाई बहन के लिए, हर एक आपके दास दासियों के लिए बहुत बड़ा आशीष का कारण बने, ताकि परमेश्वर अपने प्रार्थना और उपवास के जीवन में एक नया अनुभव को लेकर आने के लिए सहायता करे प्रभु जी। हम अपने आप को समर्पण करते हैं प्रभु जी, आपके दास के लिए धन्यवाद करते हैं। उनको सेवकाई में और अधिकाई से इस्तेमाल करे पिता। हालेलुया। मैं अपने आप को भी सौंपता हूँ प्रभु जी, तेरे राज्य में विश्वास योग्य रहने के लिए सहायता करें प्रभु जी। राजस्थान गॉस्पेल मिनिस्ट्री के हर एक कार्यों को तेरे हाथों में सौंपते हैं, आशीष दीजिए, बढ़ाइए प्रभु। हमारे देश में एक बहुत बड़ी बेदारी के लिए, एक बहुत बड़ी आशीष के लिए कारण बनाए। सारे आदर महिमा आपको देते हैं प्रभु यीशु मसीह के नाम से मांगते हैं, सुनिए और कबूल कीजिए पिता। आमीन आमीन। अब पिता परमेश्वर का प्रेम, प्रभु यीशु मसीह का अनुग्रह, पवित्र आत्मा की संगति और सहभागिता हम सबके साथ, वचन से मनादि किए हुए प्रभु के दास और उनकी सेवकाई और परिवार के साथ, हमारे देश में प्रभु के राज्य के हर एक कार्यों के साथ, प्रभु यीशु मसीह के आगमन तक हमेशा और हमेशा होती